നമസ്കാരം. സെൻട്രൽ പ്ലെയിനിലെ ടോം കുടുംബത്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്നത് നിരപ്പായ ഒരു സ്ഥലത്താണ്. ആ ബിൽഡിംഗ് ഇരിക്കുന്ന കോമ്പൗണ്ടിൽ നിന്ന് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരുപാട് ദൂരം കാണാൻ കഴിയും. അത്ര നിരന്ന ഒരു സ്ഥലത്താണ് അവരുടെ ആ മനോഹരമായ വസതി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ടോം കുടുംബത്തിൽ ടോം ഗ്യാങ്ങും അങ്കിൾ ഗുവാനും അവിടെ എത്തിയിരിക്കുന്ന അതിഥികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി, സെൻട്രൽ പ്ലെയിനിന്റെ വിവിധ ഭാഗങ്ങളിലായും മറ്റു സ്ഥലങ്ങളിലുമായിട്ടൊക്കെ സെറ്റിലായിരിക്കുന്ന ആളുകളെ അവിടേക്ക് ടോം കുടുംബം വിളിച്ചു വരുത്തിയതാണ്. അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് വിദൂരതയിലായി കറുത്ത മേഘങ്ങൾ എൽഡസിന്റെ കണ്ണിൽപ്പെട്ടത്. ആ കറുത്ത മേഘങ്ങൾ കണ്ടതും അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി. ഇതെന്താ പെട്ടെന്ന് ആകാശത്ത് കറുത്ത മേഘങ്ങൾ? ആ ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ പലരും എണീറ്റ് ആ കോമ്പൗണ്ടിന്റെ മുന്നിലേക്ക് വന്നു. വളരെ വിശാലമായ കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിന്റെ പുറത്ത് അതിവിശാലമായ ഗ്രൗണ്ടുകൾ പോലെ സ്ഥലം അങ്ങനെ തുറന്നു കിടക്കുകയാണ്. 4 ഭാഗത്തും ഇഷ്ടംപോലെ സ്ഥലമുള്ള ആ കോമ്പൗണ്ടിന്റെ മുന്നിലേക്ക് അനവധി മിടുക്കരായ എൽഡേഴ്സ് ആ കറുത്ത മേഘങ്ങൾ കണ്ട് നടന്നു വരുമ്പോൾ ആ കറുത്ത മേഘങ്ങൾ ആ ടോം കുടുംബത്തിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ടോം കുടുംബത്തിന് ലക്ഷ്യം വെച്ച് കറുത്ത മേഘങ്ങൾ പാഞ്ഞു വരും പോലെ ഒരു തോന്നൽ ആ കാഴ്ച ആ കാണികൾക്ക് ഉണ്ടാക്കി. ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങനെ ഒരാൾ പറയുമ്പോഴേക്കും ആ കറുത്ത മേഘങ്ങളുടെ ഉള്ളിൽ ആളുകൾ ഉള്ളതിന്റെ സൂചന പലർക്കും കിട്ടിത്തുടങ്ങി. ആ കറുത്ത മേഘങ്ങളും ആളുകളും ടോം കുടുംബത്തെ ലക്ഷ്യമാക്കിയാ വരുന്നത്. അവരെങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും ആ കറുത്ത മേഘങ്ങൾ ടോം കുടുംബത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തെത്തി. ആ രൂപങ്ങളുടെ മുന്നിലുള്ള ആളുകളെ ഇപ്പോ താഴെ നിൽക്കുന്ന ടോം കുടുംബത്തിലെ ആളുകൾക്ക് കാണാം. അവർ അമ്പരപ്പോടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും മുന്നിലുള്ള മാർക്ക് ഫെല്ലർ താഴേക്ക് നോക്കി ഉറക്കെ ചോദിക്കുകയാണ്, വേഗം പുറത്തു വാ. സ്പിരിച്വൽ എനർജിയുടെ സഹായത്തോടു കൂടി മാർക്ക് ഫെല്ലർ ആ വാചകം പറഞ്ഞതും ആ ടോം കുടുംബം പൂർണ്ണമായി സ്പിരിച്വൽ എനർജിയിൽ മുങ്ങി നിൽക്കുന്നതുകൊണ്ട് ആ ശബ്ദം ആ കോമ്പൗണ്ടിനകത്തെ എല്ലാ മുറികളിലേക്കും നിലവറകളിലേക്കും അതിവേഗം ഇരച്ചിങ്ങെത്തി. സ്വാഭാവികമായിട്ടും ആ ശബ്ദം നിലവറയ്ക്കുള്ളിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ജൂവിന്റെ കാതുകളിൽ എത്തുകയും ചെയ്തു. മാർക്കിന്റെ ശബ്ദം കേട്ടതും ചങ്ങലയിൽ ബന്ധിതയായ ജൂവിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായി. അവർ ശരിക്കും ശ്രദ്ധയോടെ കേട്ടത് മാർക്ക് ഫെല്ലറുടെ ശബ്ദമാണെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി ചെവി കൂർപ്പിക്കുമ്പോൾ വീണ്ടും ആ ശബ്ദം, നീ പുറത്തേക്ക് വരുന്നോ അതോ ഞാൻ അകത്തേക്ക് വന്ന് നിന്നെ അവിടെ ഇട്ട് കൊല്ലണോ? മാർക്ക് ഫെല്ലറുടെ ആ ശബ്ദം വീണ്ടും കേട്ടതും താൻ കേട്ടത് മാർക്കിന്റെ ശബ്ദമാണെന്ന് ജൂവിന് ആ നിമിഷം മനസ്സിലായി. സ്വാഭാവികമായിട്ടും ജൂവിന്റെ മുഖത്ത് അവാച്യമായ ഒരു പുഞ്ചിരി ഉണ്ടാവുകയാണ്. ജൂ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നടത്തിയ ഒരു ഗെയിമിന് ഇതാ ഒരു പരിസമാപ്തി ഉണ്ടാകാൻ പോവുകയാണ്. മാർക്ക് സെക്ലൂഷനിലേക്ക് പോയ നിമിഷത്തിൽ ജൂ മാത്രമാണ് ഡീമൺ സ്ലിംഗ് പീക്കിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ജൂവിനെ പുറത്തിറങ്ങാൻ ആരും അനുവദിച്ചിരുന്നില്ല. പുറത്തിറങ്ങാതെ ഡീമൺ സ്ലിംഗ് പീക്കിൽ ജൂ കഴിയുമ്പോഴാണ് ഏകദേശം 8 ഡെവിൾ ഹണ്ടേഴ്സ് ടോം കുടുംബത്തിന്റെ കയ്യിൽ കൊല്ലപ്പെട്ടത്. താൻ അവിടെ ഒളിച്ചു കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്ന ഡെവിൾ ഹണ്ടേഴ്സിന്റെ എണ്ണം കൂടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ആരോടും പറയാതെ രാമാനം ആ ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് ജൂ പുറത്തെത്തിയതും ടോം കുടുംബവുമായി ഏറ്റുമുട്ടി അവർക്ക് പിടികൊടുത്തതും. ജൂവിനറിയാം ജൂ അവരുടെ പിടിയിലുണ്ടെങ്കിൽ അവര് തൽക്കാലം മാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന്. മാർക്ക് ബ്രേക്ക് ത്രൂ നേടിയാൽ പിന്നെ ടോം കുടുംബത്തെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയും അതുപോലെ തന്നെ ജൂവിനുണ്ടായിരുന്നു. ജൂവിന്റെ പ്രതീക്ഷ തെറ്റിയില്ല എന്ന് മാർക്കിന്റെ ശബ്ദം കേട്ടതും ജൂവിന് മനസ്സിലായി. മാർക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ബ്രേക്ക് ചെയ്ത് കാണും. ഹാഫ് സ്റ്റെപ്പ് റിവേർഷൻ ഔട്ട് സ്റ്റേജിലേക്കാണോ അതോ റിവേർഷൻ ഔട്ട് സ്റ്റേജിലേക്കാണോ എന്നത് മാത്രമേ ജൂവിന് ഇനി അറിയേണ്ടതുള്ളൂ. എന്തായാലും മാർക്കിന്റെ ശബ്ദം ജൂവിനെ ശരിക്കും സന്തോഷിപ്പിച്ചപ്പോൾ മുകളിൽ ടോം ഗ്യാങ്ങും ടോം ഗുവാനും സ്വാഭാവികമായിട്ടും ആ ശബ്ദം കേട്ടു. അവര് ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു തുടങ്ങുമ്പോൾ ഗേറ്റിന് പുറത്ത് ആകാശത്ത് നിന്ന് സംസാരിക്കുന്ന മാർക്കിനെ നോക്കി ഒരു എൽഡർ ഉറക്കെ പറഞ്ഞു, ആരാ നീ ഇവിടെ ഈ ടോം കുടുംബത്തിന് മുന്നിൽ വന്നെന്ന് ഈ ശൈലിയിൽ അലറാൻ നിനക്കാരാ ധൈര്യം നൽകിയത്? ആ ചോദ്യത്തിന് മാർക്ക് ഫെല്ലർ മറുപടി പറഞ്ഞത് കൈകൊണ്ടാണ്. ആകാശത്ത് നിൽക്കുന്ന മാർക്ക് ഫെല്ലർ കൈ ഒന്ന് നിവർത്തി ആഞ്ഞൊരൊറ്റയാടി. മാർക്കിന്റെ കൈ ആകാശത്തോട് അങ്ങനെ ചലിക്കുമ്പോൾ ആ കൈയുടെ ആ ചലനം അവിടെ ആ ആകാശത്തുള്ള സ്പിരിച്വൽ എനർജിയെ ആ മാർക്കിനോട് സംസാരിച്ച വ്യക്തിക്ക് നേരെ കറക്റ്റായി പോയിന്റ് ചെയ്തു. ശരിക്കും ഒരു കാറ്റ് ആകാശത്ത് നിന്ന് താഴേക്ക്
കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ വരികയാണ്. അതിന് വല്ലാത്തൊരു പവറും ഉണ്ടായിരുന്നു. ആ സീനിയർ പോരാളിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ കൈ സൃഷ്ടിച്ച ആ ഫോഴ്സ് അയാളുടെ പുറത്ത് ശക്തമായി വന്നിടിക്കുകയും അയാൾ നിന്ന സ്ഥലത്ത് നിന്ന് തെറിച്ച് അകത്ത് പൂന്തോട്ടത്തിന്റെ ഭാഗമായി കെട്ടി ഉയർത്തിയിരുന്ന ഒരു വലിയ കൽപ്രതിമയിൽ വന്ന് ഇടിക്കുകയും ചെയ്തു. കൽപ്രതിമയിൽ വന്ന് ഇടിച്ച ആ നിമിഷത്തിൽ അയാളുടെ പുറത്തേക്ക് ആ പ്രതിമ ഇടിഞ്ഞു വീഴുകയും ചെയ്തു. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് നടന്നത്. ആ നിമിഷത്തിനെ അയാളുടെ ബോഡി ചിതറുകയും ചെയ്തു. ശരിക്കും ആ രംഗം ബാക്കിയുള്ള ആളുകളെ ഒന്ന് ഭയപ്പെടുത്തി. ശരിക്കും സീനിയറായ ഒരാൾ തികച്ചും അപ്രതീക്ഷിതമായ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ബാക്കിയുള്ള ആളുകൾ ഒന്ന് വിരണ്ടു. അമ്പരപ്പോടെ അവരെല്ലാം ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറപ്പോഴാണ് അങ്കിൾ ഗുവാനും ടോങ് ഗ്യാങ്ങും അവിടേക്ക് വരുന്നത്. ടോങ് ഗ്യാങ്ങും അങ്കിൾ ഗുവാനും അവിടെ എത്തുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും അവരുടെ പുറകിൽ നിൽക്കുന്ന ആളുകളും അവർക്ക് നന്നായി വിസിബിളാണ്. ടോങ് ഗ്യാങ്ങിനൊപ്പമുള്ള അങ്കിൾ ഗുവാൻ മാർക്കിനെ കണ്ടതും മാർക്കിനോട് ചോദിച്ചു, ഏയ്, എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ഈ ടോങ് കുടുംബത്തിൽ ഇത്തരം ഒരു ആക്ടിവിറ്റി നീ ചെയ്തത്? ആ ഗുവാൻ അത് ചോദിച്ചതും മാർക്ക് ഫെല്ലർ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അയാളോട് ചോദിച്ചു, ഓൾമാൻ, താനല്ലടോ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയത്? ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ടോങ് ഗ്യാങ്ങിനൊപ്പം ചെന്ന് അവിടെ ആവശ്യത്തിലധികം ഡാമേജ് ഉണ്ടാക്കിയ കക്ഷികളിൽ ഒരാള് ആ ഗുവാനാണെന്ന് കണ്ടപ്പോഴേ മാർക്കിന് തോന്നി. മാർക്ക് ഈ ഗുവാനെ അന്ന് ലേല സ്ഥലത്ത് വെച്ചേ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗുവാന്റെ മുഖം മാർക്കിന് ഓർമ്മയുണ്ട്. ആ ചോദ്യം കേട്ടതും ടോങ് ഗ്യാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വന്നത് എന്തായാലും നന്നായി. നിനക്ക് ഞാനൊരു സമ്മാനം കൊടുത്തുവിട്ടിരുന്നു. എനിക്കറിയാം നിനക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. അങ്ങനെ ടോങ് ഗ്യാങ് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ടോങ് ഗ്യാങ്ങിനോട് പറഞ്ഞു, ഗ്യാങ്, സമ്മാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് അനങ്ങിയതും മാർക്കിന്റെ നിലവറയിൽ നിന്ന് ഒരു പൊതി പുറത്തേക്ക് പതുക്കെ പൊങ്ങി വരികയാണ്. ആ പൊതി മാർക്കിന്റെ മുന്നിലേക്ക് വന്നതും മാർക്ക് വിരല് കൊണ്ട് അതൊന്ന് അനക്കിയതേ ഉള്ളൂ. ശരിക്കും ആ പൊതി കറങ്ങി ടോങ് ഗ്യാങ്ങിന്റെ മുന്നിലേക്ക് വന്നു വീണു. നല്ല വലിപ്പമുള്ള ഒരു പൊതിയാണ്, തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. തന്റെ മുന്നിലേക്ക് വന്നു വീണ ആ തുണി കൊണ്ടുള്ള കെട്ടിലേക്ക് ടോങ് ഗ്യാങ് ഒന്ന് നോക്കുമ്പോൾ ടോങ് ഗ്യാങ്ങിനൊപ്പമുള്ള ആളുകൾ ഓടി വന്ന് ആ തുണി അങ്ങ് അഴിച്ചു. ആ തുണി അഴിച്ച ആ ചെറുപ്പക്കാർ ശരിക്കും ഞെട്ടലോടെ പിന്നോട്ട് മാറിപ്പോവുകയാണ്. തുണി അഴിച്ചതും അവരെ കാണുന്നത് അവരെ തന്നെ തുറച്ചു നോക്കുന്ന രണ്ട് കണ്ണുകളാണ്. ആ കണ്ണുകൾ ഉള്ള ആ തല ഉടലിൽ നിന്ന് അറുത്ത് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കിയ ടോങ് ഗ്യാങ്ങും ടോങ് ഗുവാനും ശരിക്കും ഒന്ന് വിറച്ചു. ശരിക്കും അവരുടെ ആ വിറയൽ അവരിൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമുതൽ ആളുകളിലും ഒരുപോലെ വ്യാപിക്കുകയാണ്. അവർ കാണുന്നത് ശക്തനായ വ്യോമിങ്ങിന്റെ അറുത്തെടുക്കപ്പെട്ട തലയാണ്. ആ തലയിലേക്ക് അമ്പരം നോക്കിയ ടോങ് ഗ്യാങ് അമ്പരപ്പോടെ തിരിഞ്ഞ് മാർക്കിന് നോക്കി പോവുകയാണ്. ശരിക്കും ഈ സമയത്ത് ഞെട്ടി നിൽക്കുന്നത് ഗുവാനാണ്. അയാൾക്ക് വ്യോമിങ്ങിന്റെ ശക്തി എന്താണെന്ന് അറിയാം. ആ വ്യോമിങ്ങിനോട് ഗ്യാങ്ങിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും വ്യോമിങ് ടോങ് കുടുംബത്തിന്റെ നട്ടല്ലായിരുന്നു. ആ വ്യോമിങ്ങിനെ കൊന്ന് അവരുടെ തല അറുത്തെടുക്കാനുള്ള കപ്പാസിറ്റി എന്തായാലും മാർക്കിന് ഉണ്ടാവില്ല. ആ വിശ്വാസത്തോടെ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഡീമൺ സ്ലെയിങ് പീക്കാരുടെ സഹായത്തോടു കൂടി ഇവരെ കൊന്നുവല്ലേ? അത് കേട്ടതും മാർക്ക് ഉറക്കെ ഗുവാനോട് പറഞ്ഞു, ഗുവാൻ, അവനെ ഞാനാ കൊന്നത് എന്റെ ഈ കൈകൊണ്ട്. നീ എനിക്കത് ഒരാളെ അയക്കുമ്പോൾ അതുപോലുള്ള ചവറുകളെയാണോ അയക്കുന്നത്? മാർക്ക് ഫെല്ലറുടെ ആ ചോദ്യം ശരിക്കും ആ ടോങ് കുടുംബത്തിൽ ഒരു വല്ലാത്ത ഇളക്കം ഉണ്ടാക്കുകയാണ്. ടോങ് കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു ടോങ് വ്യോമിങ്. അയാൾ അതിശക്തനാണ്. ആ അതിശക്തനെയാണ് മാർക്ക് ഫെല്ലർ ചവർ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തത്. സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു ദേഷ്യം അവർക്ക് എല്ലാവർക്കും ഉണ്ടായി. പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ ഗുവാൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ, നിനക്കൊപ്പമുള്ളത് ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകളാണ്. തണ്ടർ കോട്ടിയാണ് ഡീമൺ സ്ലെയിങ് പീക്ക്. ഞങ്ങളെ ആക്രമിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ട് എന്തുകൊണ്ടാ അവരുടെ വന്നത്? നീ എന്താ ആളെ കബളിപ്പിക്കുകയാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് സാക്ഷാൽ പീക്ക് മാസ്റ്റർ ആണ്. മാർക്കിന്റെ പുറകിൽ നിൽക്കുന്ന പീക്ക് മാസ്റ്റർ പെട്ടെന്ന് മുന്നിലേക്ക് വന്നു. ഗുവാൻ, നിങ്ങളുടെ ടോങ് കുടുംബം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ചെയ്തിരിക്കുന്നത്. ആ തെറ്റിനുള്ള ശിക്ഷ വിധിച്ചത് ഞങ്ങളുടെ ജസ്റ്റിസ് ഫോറമാണ്. ആ ഫോറം നിങ്ങളുടെ തെറ്റുകൾ വിലയിരുത്തി നിങ്ങൾക്കുള്ള ശിക്ഷ വിധിച്ചത് 10 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ്. പീക്ക് മാസ്റ്റർ പീറ്റർ അത് പറഞ്ഞതും
ഇപ്രാവശ്യം അമ്പരന്ന് പോയത് മാർക്കാണ്. മാർക്ക് അനവധി ദിവസമാണ് ആ ഫൈനൽ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഇപ്പോഴാണ് മാർക്കിന് കഥ മനസ്സിലാകുന്നത്. പീക്ക് മാസ്റ്ററുടെ ആ തെളിവിനെ ഒരുപാട് തലങ്ങളിൽ അവലോകനം നടത്തി ചോങ് കുടുംബത്തിനെതിരായി ഒരു തീരുമാനമെടുക്കാൻ ആ ജസ്റ്റിസ് ഫോറത്തിന് 10 ദിവസത്തെ ചർച്ച വേണ്ടി വന്നു എന്ന് ഇപ്പോഴാണ് മാർക്ക് അറിയുന്നത്. മാർക്ക് ശരിക്കും അതിശയത്തോടെ പീക്ക് മാസ്റ്റർ നോക്കുമ്പോൾ പീക്ക് മാസ്റ്റർ ഗുവാനോട് പറഞ്ഞു, ഗുവാൻ, നിന്നെയും നിന്റെ കുടുംബത്തെയും അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് വരേണ്ടി വന്നത്. അതിന് ഗുവാൻ മറുപടി പറയാൻ പോയതും ചോങ് ഗ്യാങ് ഗുവാനോട് പറഞ്ഞു, എങ്കിൽ പട്ടിയെ തല്ലിക്കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വടി അവർക്കൊരു വിഷയമേ അല്ല. അവര് നമ്മൾ ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവര് അതിനെന്ത് കാരണവും കണ്ടുപിടിക്കും. ചോങ് ഗ്യാങ്ങിന് കാര്യം വ്യക്തമായും മനസ്സിലായിട്ടുണ്ട്. ചോങ് കുടുംബത്തിനെതിരായിട്ട് മാർക്ക് ഫെല്ലറും ആ ടീമും ഒന്നിച്ച് നിൽക്കുകയാണ്. ഡീമൺ സ്ലെയിൻ പീക്കിലെ ആളുകളും മാർക്കും ചേർന്ന് 24 പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആ 24 പേരെയും ഒന്ന് നോക്കിയ ചോങ് ഗ്യാങ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തത് കൊണ്ടാവും ഇവിടേക്ക് ഇങ്ങനെ ഇരച്ചു കയറിയത്. സെൻട്രൽ പ്ലെയിനിലെ ഈ ചോങ് കുടുംബം ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ഉണ്ട്. ഞങ്ങളെ ഈ 2 ലക്ഷം ആളുകളെ ഉപയോഗിച്ച് അങ്ങ് തീർത്തു കളയാമെന്നെങ്ങാനും നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും മോഹമാണ്, ഒന്നും നടക്കില്ല. അങ്ങനെ ചോങ് ഗ്യാങ് പറയുമ്പോഴേക്കും അങ്കിൾ ഗുവാൻ മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് മാർക്ക് ഉൾപ്പെടെ എല്ലാവരും താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ചോങ് കുടുംബത്തിന്റെ ഗേറ്റിന് പുറത്തേക്ക് അങ്കിൾ ഗുവാൻ മുന്നോട്ട് കുതിക്കുമ്പോൾ ഏറ്റവും മുന്നിലുള്ള മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിച്ചു. മാർക്കിനടുത്തേക്ക് പാഞ്ഞു വരുന്ന ആ അങ്കിൾ ഗുവാന് ശരിക്കും ദേഷ്യമുണ്ട്. ചോങ് വ്യോമിങ്ങിനെ അവസാനിപ്പിച്ച ആ ഡീമൺ സ്ലെയിൻ പീക്കിലെ ആളുകളോടും മാർക്കിനോടുമുള്ള ദേഷ്യം അവർക്ക് വളരെ വലുതാണ്. മുന്നോട്ട് കുതിച്ച ഗുവാൻ കൈയൊന്നുയർത്തി ഒരൊറ്റയായി ഇടി. ശരിക്കും അയാളുടെ ഇന്റേണൽ എനർജി പൂർണ്ണ അളവിൽ തന്നെ ആ പഞ്ചിൽ പ്രതിഫലിക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന മാർക്ക് ഫെല്ലറെ ഒറ്റയിടിക്ക് കൊന്നാൽ ബാക്കിയുള്ള ആളുകൾ ആ നിമിഷം ഭയന്ന് തിരിച്ചോടും. അതറിയാവുന്ന ഗുവാൻ അതുകൊണ്ട് തന്നെ പൂർണ്ണ ശക്തിയിലാണ് മാർക്കിനെ ഇടിച്ചത്. ആ ഇടി പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു തോന്നുന്നു മാർക്ക് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പഞ്ചിനെ വലത് കൈ കൊണ്ട് ശക്തമായി ഒന്ന് തടുത്തു. മാർക്ക് വലത് കൈ അതിശക്തമായി ആ പഞ്ചിന് നേരെ കൊണ്ടുവന്നതും ആ കൈ ഉണ്ടാക്കിയ ഫോഴ്സും ഗുവാന്റെ കൈ സൃഷ്ടിച്ച ഫോഴ്സും തമ്മിൽ ഒന്ന് കൂട്ടിയിടിച്ചു. ആ ഫോഴ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ആ നിമിഷത്തിൽ ഗുവാൻ തുറന്നിട്ട ആ ഗേറ്റിനകത്തുകൂടി ചോങ് കുടുംബത്തിന്റെ അകത്തേക്ക് ശരിക്കും അങ്ങ് പന്ത് പോലെ തെറിച്ചു. തികച്ചും അപ്രതീക്ഷിതമായ ആ രംഗം സ്വാഭാവികമായിട്ടും അവിടെ ഒരു അമ്പരപ്പാണ് സൃഷ്ടിച്ചത്. ഗുവാൻ അതിശക്തനാണ്. നേരത്തെ വ്യോമിങ്ങിന്റെ അറുത്തെടുക്കപ്പെട്ട തല അവർ കണ്ടെങ്കിലും അവർക്ക് അത് ശരിക്കും മനസ്സിലങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഗുവാൻ പുറകോട്ട് തെറിച്ചതും അമ്പരന്ന് പോയ ആ ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ വലത് ഭാഗത്തുകൂടി ഒരു വലിയ മല മുന്നോട്ട് കുതിച്ചു. സാക്ഷാൽ ചാങ്മാങ് വലതുവശത്തൂടെ കുതിച്ചതും ഇടതു ഭാഗത്തൂടെ ജൂലിയനും മുന്നോട്ട് കുതിച്ചു. അവരുടെ തൊട്ടുപുറകെ ബാക്കിയുള്ള ആളുകളും മാർക്ക് ഫെല്ലറും പീക്ക് മാസ്റ്ററും നടുക്ക്. സമാനതകളില്ലാത്ത ഒരു ഫൈറ്റിന് ആ നിമിഷം മുതൽ ചോങ് കുടുംബത്തിന്റെ ആ കോമ്പൗണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. മാർക്ക് ഫെല്ലറും ടീമും മുന്നോട്ട് കുതിക്കുമ്പോൾ ചോങ് കുടുംബത്തിലെ ആ സന്ദർശകരായി എത്തിയിരിക്കുന്ന ആളുകളൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് കുതിച്ചു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും ചോങ് കുടുംബക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. വന്നിരിക്കുന്ന ഡീമൺ സ്ലെയിൻ പീക്കിലെ ആളുകൾ ശക്തരാണ്. പക്ഷെ ചോങ് കുടുംബം അവരുടെ ആസ്ഥാനത്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു കരുത്ത് അവർക്കുണ്ട്. ആയുധങ്ങളുടെ ശേഖരം അവരുടെ കൂടുതലാണ്. ആ ആയുധങ്ങൾ അവർക്കൊരു കരുത്തായി മാറുകയാണ്. പക്ഷേ ഡീമൺ സ്ലെയിൻ പീക്കിൽ എത്തുന്ന ഏതൊരാളും സെലക്ഷന് ശേഷം മാത്രമാണ് അവിടെ അംഗമാകുന്നത്. അവർക്ക് ഒരു ബേസിക് സ്ട്രെങ്ത് ഉണ്ട്. എല്ലാ ആളുകളും റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ ആളുകളാണ്. ആ റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ അതിശക്തരായ ഫൈറ്റേഴ്സ് മറുഭാഗത്തുള്ള ചോങ് കുടുംബക്കാരോട് ഏറ്റുമുട്ടുമ്പോൾ അവിടെയും റിവേർഷൻ ഓൾഡ് സ്റ്റേജുകാരാണ് ഉള്ളതെങ്കിലും ഫൈറ്റിൽ അവർ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു അപ്പർ ഹാൻഡ് ഫൈറ്റിൽ ഉടനീളം ഡീമൺ സ്ലെയിൻ പീക്കിനുണ്ട്. മാർക്ക് ഫെല്ലർ കൈ തൊടുന്നത് ആരുടെ പുറത്താണെങ്കിൽ ആ ആള് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ചാങ്മാങ്ങിന്റെ കേസ്. ചാങ്മാങ്ങിന്റെ ഇടി ഒരാളുടെ പുറത്ത് പതിക്കുമ്പോൾ ആ ആള് അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ ചിതറിപ്പോവുകയാണ്. മാർക്കും ചാങ്മാങ്ങും ഒരു താണ്ഡവം നടത്തുമ്പോൾ ആയോധന കലയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു സൗന്ദര്യം, അതാണ് ജൂലിയന്റെ അറ്റാക്ക്. ജൂലിയൻ ഒരു നർത്തകനെ പോലെ ആ ചോങ് കുടുംബത്തിന്റെ ഫൈറ്റേഴ്സിനിടയിലേക്ക് അങ്ങനെ അങ്ങ് നൃത്തം കളിക്കുകയാണ്. ജൂലിയന്റെ ഓരോ സ്റ്റെപ്പ് പൂർത്തീകരിക്കുമ്പോഴും ചുറ്റും
ഡെഡ് ബോഡികളുടെ എണ്ണം അങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. മിക്കവാറും എല്ലാ ഡീമൺ സ്ലിംഗ് പീക്കുകാരും അതിശക്തരാണെങ്കിലും ജൂലിയൻ ഒരു സ്റ്റെപ്പ് മുകളിലാണ്. മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ജൂലിയന്റെ ആ ഫൈറ്റ് കാണുന്നുണ്ട്. ഏകദേശം സന്ധ്യ ആകാറായപ്പോ ചോങ് കുടുംബത്തിലെ ഒരു നല്ല ഭാഗം വീണ് കഴിഞ്ഞു. ചോങ് ഗുവാനും ചോങ് ഗ്യാങ്ങും പരിക്കുകളോടെ ഒത്തിരി പുറകോട്ട് പിന്മാറിയിരിക്കുകയാണ്. ലീഡേഴ്സായ അവർ രണ്ടുപേരും പിന്മാറിയിട്ട് അവിടെ അതിഥികളായി എത്തിയ എൽഡേഴ്സിനെ മുൻനിർത്തിയാണ് ഫൈറ്റ് നടത്തുന്നത്. ശക്തരായ ആളുകളാണ് ഫൈറ്റിന് ഉള്ളതെങ്കിലും കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഡീമൺ സ്ലെയിൻ പീക്കാരുടെ മുന്നിൽ അവര് ഒന്നുമല്ല എന്നാണ് സത്യം. ഏകദേശം സന്ധ്യ ആകാറായതും പെട്ടെന്ന് ഒരു ശബ്ദം അവിടെ മുഴങ്ങി. ആ ശബ്ദം മുഴങ്ങിയതും ചോങ് കുടുംബത്തിന് ചുറ്റുമുള്ള ഒരു ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. പെട്ടെന്നാണ് ഒരു കറുത്ത പുക ആ ചോങ് കുടുംബത്തിന്റെ എൻറ്റയർ കോമ്പൗണ്ടിനെ കവർ ചെയ്തുകൊണ്ട് അവിടെ ഉയർന്നു പോകുന്നത്. ശക്തമായ ആ കറുത്ത പുക ആ കോമ്പൗണ്ടിനെ ഏതാണ്ട് മറയ്ക്കത്തക്ക ശൈലിയിൽ ഉയർന്നു പൊങ്ങിയതും മാർക്ക് കൂടുതലുള്ളവരോട് പറഞ്ഞു, ബി കെയർഫുൾ, ബി കെയർഫുൾ. എന്തോ ഒരു സൂത്രം ചോങ് കുടുംബം അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പെട്ടെന്നുണ്ടായ ആ കറുത്ത പുക കണ്ടതും മാർക്കിന് മനസ്സിലായതുപോലെ തന്നെ പീക്ക് മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. അവർ പുറകോട്ട് മാറുമ്പോൾ അവർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്ന ചോങ് കുടുംബക്കാർക്ക് ഒരു ആവേശം ഉണ്ടാകുന്നുണ്ട്. അവര് ശരിക്കും ആവേശത്തോടെ പിന്മാറുന്ന ഡീമൺ സ്ലെയിങ് പീക്കരെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും ആ കറുത്ത പുക പെട്ടെന്നാണ് ഒരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. ശരിക്കും ഒരു ചിറകടിയുടെ ശബ്ദത്തോടുകൂടി ആ കൺവേർട്ട് ചെയ്യപ്പെട്ട രൂപം ഒരു കറുത്ത ഡ്രാഗണായി മാറി. ചോങ് കുടുംബത്തിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട ഒരു കൂറ്റൻ ഡ്രാഗൺ ഇതാ അവിടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ആ ഡ്രാഗണെ കണ്ടലറിയും അത് അതിശക്തമാണ്. ആകാശത്തേക്ക് പറന്നുയർന്ന ആ ഡ്രാഗൺ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെയുള്ള ഫൈറ്റ് അതിനെ കാണാം. ആ ഡ്രാഗൺ ഒരു നിമിഷം ആകാശത്ത് അങ്ങനെ തങ്ങി നിന്നിട്ട് അതിവേഗം താഴേക്ക് കുതിക്കുകയാണ്. താഴേക്ക് കുതിച്ചു വരുന്ന ആ ഡ്രാഗണെ കണ്ടതും ചാങ് മാങ് മുന്നോട്ട് കുതിച്ചു. താഴേക്ക് പാഞ്ഞു വരുന്ന ആ ഡ്രാഗണെ നോക്കി ചാങ് മാങ് ഒരൊറ്റയിടി. ചാങ് മാങ്ങും ആ ഡ്രാഗണും പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ അത് ഉണ്ടാക്കിയ തരംഗം അവിടെയൊക്കെ ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാം. ആ കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്ന പല പ്രതിമകളും തകർന്ന് തരിപ്പണമായി. കല്ലുകൾ ചിതറുന്ന ശബ്ദം എല്ലാവർക്കും കേൾക്കാം. പക്ഷെ ഡ്രാഗണും ചാങ് മാങ്ങും തമ്മിലുള്ള ആ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതിശക്തനാണ് ആ ഡ്രാഗൺ എന്ന് അടുത്ത നിമിഷം സകലരും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഡ്രാഗൺ ചാങ് മാങ്ങിനെ ശരിക്കും പുറകോട്ടങ്ങ് തള്ളി. ഒരൊറ്റ അടി ചാങ് മാങ്ങിനെ അടിച്ചതും ചാങ് മാങ് പുറകോട്ട് തെറിച്ചതാണ്. തെറിച്ചു വീണ ചാങ് മാങ്ങിനെ അടുത്തേക്ക് ഓടിയെത്തിയ മാർക്ക് ഫെല്ലർ തന്റെ നിലവറിൽ നിന്ന് ആ ഇരുമ്പ് വടി കയ്യിലെടുത്തു. ആ ഇരുമ്പ് വടി കയ്യിലെടുത്ത മാർക്ക് ആ ഇരുമ്പ് വടി കൊണ്ട് ആ ഡ്രാഗനെ അടിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ആ വടി നേരെ ചാങ്ങിന് ഇട്ടു കൊടുത്തു. ചാങ്, നീ ഇത് പിടിച്ചോ, ഇത് നിനക്ക് പറ്റിയതാണ്. അങ്ങനെ മാർക്ക് ചാങ് മാങ്ങിനോട് പറഞ്ഞതും ചാങ് മാങ് ഇരു കൈകൊണ്ടും ആ ഇരുമ്പ് വടി പിടിച്ചു. ആ ഇരുമ്പ് വടിയുമായി ഡ്രാഗണിനോട് ഏറ്റുമുട്ടാനുള്ള ഒരു ശ്രമത്തിലാണ് ചാങ് മാങ്. പക്ഷെ പെട്ടെന്ന് മാർക്ക് ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ്, നീ പുറകോട്ട് മാറിക്കോ, ഇവനെ ഞാൻ നോക്കാം. സമയം സന്ധ്യയായി വരികയാണ്. ഇരുട്ടുന്നതിന് മുമ്പ് ആ യുദ്ധം അവസാനിപ്പിക്കണം. ആ ഒരു ധാരണയിലാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ചാങ് മാങ്ങിനോട് അങ്ങനെ പറഞ്ഞിട്ട് ആ ഡ്രാഗണ് നേരെ നടക്കുന്ന മാർക്ക് ഫെല്ലറെ പുറകിലൂടെ ആക്രമിക്കാൻ ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ഒരു എൽഡർ മാർക്കിനെ അങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചതും മാർക്ക് കൊടുത്ത ആ ഇരുമ്പ് വടി കയ്യിൽ വെച്ചിരിക്കുന്ന ചാങ് മാങ് ആദ്യമായി ആ ഇരുമ്പ് വടി ഒന്ന് ഉപയോഗിച്ചു. ചാങ് മാങ് ആ വടിയെടുത്ത് ഒരു അറ്റയാടി മാർക്കിനെ ആക്രമിക്കാൻ വന്ന ആ കക്ഷി തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ചിതറുന്ന ഒരു രംഗമാണ് മാർക്കിന്റെ തൊട്ടുപുറകിലുണ്ടായത്. മാർക്ക് അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആ ഡ്രാഗണെ ലക്ഷ്യമിട്ട് മുന്നോട്ടടക്കുകയാണ്. ഡ്രാഗണം തനിക്ക് നേരെ നടന്നു വരുന്ന മാർക്ക് ഫെല്ലറെ കണ്ടു. ഡ്രാഗനെ കാണുമ്പോൾ സാധാരണ ആളുകൾ പുറകോട്ട് മാറുകയാണ് പതിവ്. ഇവിടെ ഇതാ ഒരുത്തൻ തനിക്ക് നേരെ വരികയാണ്. ഒരു ഡിവൈൻ സെൻസ് ഉള്ള കക്ഷിയാണ് ആ ഡ്രാഗൺ. ആ ഡ്രാഗണ് നേരെ മാർക്ക് നടക്കുന്ന കണ്ടതും ഒളിച്ചിരിക്കുന്ന ഗുവാനും ചോങ് ഗ്യാങ്ങും പുറത്തു വന്നു. മാർക്ക് ഇപ്പൊ തീരും. അവരുടെ ആ ചോങ് കുടുംബത്തിന്റെ രക്ഷിതാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ജീവി തന്നെയാണ് ആ ഡ്രാഗൺ. ഡ്രാഗൺ അവരുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായ ഒരു സംഭവമാണ്. മാർക്ക് ഫെല്ലർക്ക് ചുറ്റും പെട്ടെന്നാണ് ആ സുവർണ പ്രകാശം ഒന്ന് വലുതായത്. ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും സുവർണ പ്രകാശമുണ്ട്. ആ സുവർണ പ്രകാശത്തിന്റെ അളവ് അങ്ങ് കൂടിക്കൂടി വന്നു. സുവർണ പ്രകാശത്തിന്റെ അളവ് കൂടുമ്പോൾ മാർക്കിന്റെ ബോഡി അങ്ങ് വലുതായി ശരിക്കും അത് ഒരു കൂറ്റൻ രൂപമായി മാറുകയാണ്. മാർക്കിന്റെ കോസ്മിക് ഫോം അമ്പരപ്പിക്കുന്ന ആ കോസ്മിക് ഫോം കണ്ട പീക്ക് മാസ്റ്ററും ജൂലിയൻ ഉൾപ്പെടെയുള്ള സകല ആളുകളും ഞെട്ടലിലൂടെയാണ് ആ കാഴ്ച കണ്ടത്. അവരാരും മാർക്ക് ഫെല്ലറുടെ കോസ്മിക് ഫോം കണ്ടിട്ടുള്ളവരല്ല. മാർക്ക്
അവരെ ഒന്നുകൂടി ഞെട്ടിച്ചു എന്ന് പറയാം. ശക്തമായ കോസ്മിക് രൂപത്തിലേക്ക് കടന്ന മാർക്ക് ഫെല്ലറുടെ കൈയും അതനുസരിച്ച് വലുതായിരിക്കുകയാണ്. ആ ഡ്രാഗന്റെ അതേ പൊക്കത്തിൽ മാർക്ക് ഫെല്ലർ എത്തിയതും മാർക്ക് കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. സ്വാഭാവികമായിട്ടും അപകടം മണത്ത ആ ഡ്രാഗൺ സർവ്വശക്തിയുമെടുത്ത് മാർക്കിന്റെ പഞ്ചിനെ തടുക്കുകയാണ്. അവിടെ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഫൈറ്റ് പക്ഷേ ഒരു 6-7 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡ്രാഗൺ അതിശക്തമാണെങ്കിലും ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മാർക്കിന്റെ ഇടത് കൈ ആ ഡ്രാഗന്റെ കഴുത്തിൽ ഇരിക്കുന്നതാണ്. ആ ഡ്രാഗന്റെ കയ്യിൽ ഇടത് കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന മാർക്ക് വലം കൈ കൊണ്ട് ഡ്രാഗനെ ആഞ്ഞിടിക്കുകയാണ്. ഒരു പഞ്ചിങ് ബാഗിലേക്ക് ബോക്സിംഗ് പഠിക്കുന്ന ആളുകൾ ഇടിച്ച് പഠിക്കുമ്പോൾ മാർക്ക് ഇടിക്കും കൈയെടുക്കും. തുരുതുര മാർക്കിന്റെ ഇടി അതിന്റെ തലയിലേക്ക് പതിക്കുമ്പോൾ വിശ്വസിക്കാനാവാതെ ചോങ് ഗാങ്ങും ചോങ് ഗുവാനും ശരിക്കും സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്തും താഴെ അതിശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. ആ ഫൈറ്റിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന 2 കക്ഷികൾ ചോങ് ഗാങ്ങും ചോങ് ഗുവാനും ആണെന്ന് പറയാം. മാർക്ക് ഫെല്ലറുടെ ഇടി തുരുതുര ആ ഡ്രാഗന്റെ തലയിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നാണ് അവിടെ ഒരു ശബ്ദം ഉയർന്നത്. ഒരു ബെല്ലടിക്കുന്ന ശബ്ദമാണ് അവിടെ ഉണ്ടായത്. ശക്തമായ ആ ബെല്ലടിയുടെ ശബ്ദമാണ് ഉയർന്നതും ആ എൻറ്റയർ മേഖലയിലും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായി. അതേ സമയത്ത് ഒരു വല്ലാത്ത ഓറയും ആ ചോങ് കുടുംബത്തെ മുഴുവൻ കവർ ചെയ്യുകയാണ്. ആ ഓറ ആ ഡ്രാഗന്റെ പുറത്ത് തട്ടിയതും ആ ഡ്രാഗൺ ഒന്ന് കുടഞ്ഞു. ആ കുടച്ചിലിൽ മാർക്ക് തെറിക്കുകയും ചെയ്തു. മാർക്കിന്റെ കോസ്മിക് ഫോമിലാണ്. എന്നിട്ട് പോലും മാർക്കിനെ പുറകോട്ട് തെറിപ്പിക്കാൻ ആ ഡ്രാഗന്റെ ആ കുടച്ചിലിനെ പറ്റി. മാർക്ക് 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഒന്ന് സ്റ്റഡിയാകുമ്പോൾ മാർക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡ്രാഗൺ ആകാശത്തേക്ക് അങ്ങ് പറന്നുയർന്നു. സാധാരണഗതിയിൽ ഒരു ഫാമിലിയുടെ രക്ഷകനായി അവര് സൂക്ഷിക്കുന്ന ആ സംഭവം മരണത്തെ വരിക്കേണ്ടി വന്നാലും ആ കുടുംബത്തെ വിട്ടുപോകില്ല. പക്ഷെ ഇവിടെ ഇതാ ആ ഡ്രാഗൺ ജീവനും കൊണ്ട് പേടിച്ചോടുകയാണ്. അത് അസംഭവമാണെന്ന് മാർക്കിനറിയാം. മാർക്ക് പീക്ക് മാസ്റ്റർ നോക്കിയതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അതിലെന്തോ അപകടമുണ്ട്. ഈ സമയത്ത് പീക്ക് മാസ്റ്റർക്കും ജൂലിയനും ഉൾപ്പെടെ എല്ലാവർക്കും ശക്തമായ ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. മാർക്ക് പീക്ക് മാസ്റ്റർ പറഞ്ഞു, പീക്ക് മാസ്റ്റർ ഇവിടേക്ക് വാ, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. ഒരു ടീമായി നിന്നുകൊണ്ട് ആ പ്രഷർ ജനിപ്പിക്കുന്ന സംഭവത്തെ എതിരിടാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാർക്കും കൂട്ടരും കടക്കുമ്പോൾ ആകാശത്തുനിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ തീ വർഷിച്ചുകൊണ്ട് ആ ഡ്രാഗൺ താഴേക്ക് പാഞ്ഞു വരികയാണ്. അതിന്റെ ശക്തി നേരത്തേക്കാൾ കൂടിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർക്കും കൂട്ടർക്കും നേരെ ആ തീ തുപ്പിക്കൊണ്ട് ആ ഡ്രാഗൺ അങ്ങനെ പാഞ്ഞു വന്നതും ആ ഡ്രാഗന്റെ കഴുത്തിലൂടെ ഒരു അമ്പ് കടന്നു പോവുകയാണ്. ശരിക്കും മാർക്കിനെ കൂട്ടരെയും ദഹിപ്പിക്കാനുള്ള ശക്തിയോടു കൂടിയാണ് ആ ഡ്രാഗൺ പാഞ്ഞ് താഴേക്ക് വന്നത്. മാർക്ക് ആ ഡ്രാഗനെ ശക്തമായി പഞ്ച് ചെയ്യാനായി ഒന്ന് തയ്യാറെടുക്കുമ്പോഴാണ് ആ ഡ്രാഗന്റെ കഴുത്തിൽ കൂടി ഒരു അമ്പ് കടന്നുപോയത്. മാർക്ക് പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. വില്ലുമായി നിൽക്കുന്ന ജൂലിയന് നിലവറയിൽ ഒരുപാട് മാന്ത്രിക ആയുധങ്ങളുണ്ടെന്ന് നേരത്തെ തന്നെ മാർക്കിന് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ മാർക്ക് അതിലൊന്ന് കാണുകയാണ്. ഒരു മാന്ത്രിക വില്ലാണ് ജൂലിയന്റെ കൈവശം ഇരിക്കുന്നത്. ആ വില്ല് കൃത്യസമയത്ത് ജൂലിയൻ കയ്യിലെടുക്കുകയായിരുന്നു. മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്ന ആ ഡ്രാഗൺ ആ അമ്പേറ്റ് താഴെ വീണതും പെട്ടെന്ന് അന്തരീക്ഷം ഒന്ന് കിലുങ്ങി. അന്തരീക്ഷം ഒന്ന് കുലുങ്ങുമ്പോൾ അവര് കാണുന്നത് ഒരു കൂറ്റൻ മരമാണ്. വേരുകൾ താഴെ തട്ടിയിട്ടില്ലാത്ത ഒരു മരം ഇതാ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അതും ബ്രോൺസ് കൊണ്ടുള്ള ഒരു മരം. ആ മരം പ്രത്യക്ഷപ്പെട്ടതും അതിശക്തമായ പ്രഷർ അവിടെ അനുഭവപ്പെട്ടു തുടങ്ങി. പക്ഷെ ജൂലിയന്റെയും മാർക്കിന്റെയും സംയുക്ത അറ്റാക്ക് ആ മരത്തിന് നേരെ ഉണ്ടായതും ആ മരം 2ആയി പിളർന്നു. അത് പിളർന്നതും അങ്കിൾ ഗുവാനും ചോങ് ഗാങ്ങും അതിവേഗം അവരുടെ വസതിയുടെ ഉള്ളിലേക്ക് ഓടുകയാണ്. അവർ ഓടിയെത്തിയത് സാക്ഷാൽ ചോങ് ലിയാങ്ങിന്റെ അടുത്താണ്. ചോങ് ലിയാങ് അവർ ഓടിയെത്തുമ്പോൾ അവിടെ ചമർമണിഞ്ഞിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ ആ മാന്ത്രിക ബെല്ലുണ്ട്. ആ ബെല്ല് ഉപയോഗിച്ച് അയാൾ സൃഷ്ടിച്ച ആ 2 മാന്ത്രിക സംവിധാനങ്ങളും തകർക്കപ്പെട്ടു എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചോങ് ഗ്യാങ്ങും ചോങ് ഗുവാനും എത്തിയതും അയാൾ കണ്ണു തുറന്ന ചോങ് ലിയാങ് എണീറ്റ് ഒന്നും മിണ്ടാതെ ചോങ് ഗുവാനെയും ചോങ് ഗ്യാങ്ങിനെയും കൊണ്ട് അതിവേഗം ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അയാൾ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റും ഒരു പ്രശ്നം അനുഭവപ്പെടുകയാണ്. ചോങ് ലിയാങ് അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തു. ചോങ് ലിയാങ്ങിനെ കണ്ടപ്പോൾ പീക്ക് മാസ്റ്റർ ചോങ് ലിയാങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ലിയാങ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്.
ചോദ്യം ഒന്നും വരുന്നതിന് മുന്നേ തന്നെ ഡീമൺ സ്ലെയിങ് പീക്കിന്റെ അവിടേക്കുള്ള വരവിനെ ന്യായീകരിക്കുകയാണ് പീക്ക് മാസ്റ്റർ ചെയ്തത്. അത് കേട്ടതും ടോങ് ലിയാങ് പീക്ക് മാസ്റ്റർ പീറ്ററോട് പറഞ്ഞു, ഇവിടെ എത്തിയിരിക്കുന്നത് ഡീമൺ സ്ലെയിങ് പീക്ക് അല്ലേ, കൺട്രി കോർട്ട്യാർഡല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് വേറെ ഭയമൊന്നുമില്ല. പിന്നെ ഈ ടോങ് കുടുംബത്തെ ആക്രമിക്കാനായി നിങ്ങൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇവിടെ തന്നെ നിന്നോ. അത് കേട്ടതും ചാങ്മാൻ മുന്നോട്ട് കുതിച്ച് ടോങ് ലിയാങ്ങിനോട് പറഞ്ഞു, കിളവാ, ഇവിടേക്ക് ഞങ്ങൾ വന്നത് നിന്നെ തല്ലിക്കൊല്ലാനാണ്. കൊല്ലപ്പെടാറായിരിക്കുമ്പോ ഡയലോഗ് പറയുന്നു. ചാങ്മാങ്ങിന്റെ രൂപവും അവന്റെ വാചകവും ടോങ് ലിയാങ്ങിന് ശരിക്കും ഒരു അസംതൃപ്തിയുണ്ടാക്കി. അയാൾ ടോങ്ങിനെ നോക്കിയിട്ട് കൂടുതൽ ആളുകളോട് പറഞ്ഞു, വിവരദോഷി എന്ന് പറഞ്ഞ് ചാങ്മാങ്ങിനെ ടോങ് ലിയാങ് ഏതാണ്ടങ്ങ് ഒഴിവാക്കും പോലെ സംസാരിച്ചതും മാർക്ക് ഫെല്ലർ ടോങ് ലിയാങ്ങിനോട് പറഞ്ഞു, ലിയാങ്, നീ എന്ത് വാചകം പറഞ്ഞാലും ഇന്ന് നിന്റെ അവസാനമാണ്. മാർക്ക് ഫെല്ലർ ആ വാചകം പറഞ്ഞതും ടോങ് ലിയാങ് മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, ഓ, നീയാണല്ലേ മാർക്ക് ഫെല്ലർ? അതെ, ഞാനാ മാർക്ക് ഫെല്ലർ. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് ഇന്ന് നിന്റെ അവസാനമാണ്. ലിയാങ്, നീ ജൂവിനെ തൊട്ട നിമിഷത്തിൽ നിന്റെ വിധി തീരുമാനിക്കപ്പെട്ടതാണ്. അത് കേട്ടതും ടോങ് ലിയാങ് ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നീയും നിന്റെ കൂടെ വന്ന ആളുകളും ശരിക്കും എന്നെ അതിശയപ്പെടുത്തി എന്ന് ഞാൻ പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല, അത് സത്യമാണ്. പക്ഷേ നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ കുടുംബത്തിലുണ്ട്. ഞങ്ങള് ഇന്നോ ഇന്നലെയോ മുളച്ചു വന്ന ഒരു കുടുംബമൊന്നുമല്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട്. നീ ടോങ് കുടുംബം എന്താണെന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ടോങ് ലിയാങ് വളരെ ഗാംഭീര്യം കലർന്ന ശബ്ദത്തോടെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, ലിയാങ്, നിന്റെ വാചകം വഴി കേട്ടു നിൽക്കാനല്ല ഞങ്ങൾ ഇതുവരെ വന്നത്, നിന്നെ കൊല്ലാനാ. അതുകൊണ്ട് നമുക്ക് സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. മാർക്ക് അത് പറഞ്ഞതും ലിയാങ് അയാളുടെ കൈ ഒന്ന് അനക്കി. അയാൾ സ്പെല്ലുകളുടെ ഒരു നിര തന്നെ മാർക്ക് ഫെല്ലർക്ക് നേരെ അഴിച്ചുവിട്ടു. മാർക്ക് ഫെല്ലർക്ക് നേരെ സ്പെല്ലുകളുമായി പാഞ്ഞെടുത്ത ടോങ് ലിയാങ്ങിന്റെ നേരെ മാർക്കും കുതിച്ചു. സ്പെല്ലുകൾക്ക് മാർക്കിന്റെ കൈവശമുള്ള മറുപടി മാർക്കിന്റെ ആ രണ്ട് കൈകളാണ്. ലിയാങ് സൃഷ്ടിക്കുന്നത് ചിലപ്പോൾ ഡ്രാഗൺ ആയിരിക്കാം, ചിലപ്പോ പാമ്പായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ചില ചക്രങ്ങളായിരിക്കാം. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പെല്ലുകൾ വഴി മാർക്കിനെതിരെ ആ ചക്രങ്ങളും ഡ്രാഗണുകളും പാമ്പുകളും അതുപോലെ ചിലതൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് അയാള് മാർക്കിനെ സ്വന്തം കൈകൊണ്ടും നേരിടുകയാണ്. രണ്ടു പേരും തമ്മിൽ ശക്തമായ ഒരു ഫൈറ്റ് അതാണ് അവിടെ നടക്കുന്നത്. മാർക്ക് ഫെല്ലർക്ക് ആ ടോങ് കുടുംബത്തിൽ എത്തിയതിനു ശേഷം ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ എതിരാളി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാർക്ക് നേരത്തെ നേരിട്ട എല്ലാവരും മാർക്കിനേക്കാൾ ഫൈറ്റിംഗ് എബിലിറ്റി കുറഞ്ഞ ആളുകളാണ്. ടോങ് ലിയാങ്ങിനെ കിട്ടിയപ്പോൾ മാർക്കിന് ശരിക്കും അങ്ങോട്ട് സന്തോഷമായി. ഒരുപാട് പ്രായമുള്ള കക്ഷിയാണ് ഈ ടോങ് ലിയാങ്. പക്ഷെ അയാൾ ഒരു അത്ഭുതം തന്നെയാണ്. ഫൈറ്റ് ചെയ്യുന്ന സ്പിരിറ്റിലാണെങ്കിലും വേഗതയിലാണെങ്കിലും പഞ്ചുകളുടെ കൃത്യതയിലാണെങ്കിലും സ്പെല്ലുകളുടെ സൃഷ്ടിയിലാണെങ്കിലും അയാള് കൊള്ളാം. അതുകൊണ്ട് തന്നെ മാർക്കിന് അയാളുടെ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. തറയിലും ആകാശത്തുമായി രണ്ടുപേരും തമ്മിലുള്ള ആ ഫൈറ്റ് അതിശക്തമായി നടക്കുമ്പോൾ ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകൾ ഒന്ന് പുറകോട്ട് മാറി നിൽക്കുകയാണ്. ടോങ് കുടുംബത്തിലെ ബാക്കി ആളുകളും അതുപോലെ തന്നെ. രണ്ട് അതിശക്തർ ഏറ്റുമുട്ടുമ്പോൾ അത് കാണുക എന്നുള്ളതാണ് ഏറെ രസമുള്ള കാര്യം. ശക്തമായ ഫൈറ്റ് ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടതും ടോങ് ലിയാങ്ങിന് വല്ലാത്തൊരു അമ്പരപ്പ് ഫീൽ ചെയ്യാണ്. അയാൾ അതിശക്തനാണ്. റിവേർഷൻ ഓട്സിലേക്ക് അയാൾ കടന്നിട്ട് കാലം ഒരുപാടായി. എന്നിട്ടും അയാൾക്ക് മാർക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ എന്നെ ശരിക്കും അതിശയിപ്പിച്ചിരിക്കുകയാണ്. മാർക്ക്, നീ ഈ ഫൈറ്റ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായ നിനക്ക് ഈ ടോങ് കുടുംബത്തിന് ഏറ്റവും മുകളിലേക്ക് വരാം. ടോങ് ലിയാങ് വളരെ വളരെ വലിയൊരു ഓഫറാണ് മാർക്ക് ഫെല്ലർക്ക് മുന്നിൽ ആ നിമിഷത്തിൽ വെച്ചത്. അത് കേട്ടതും മാർക്ക് ലിയാങ്ങിനോട് പറഞ്ഞു, ലിയാങ്, അതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നീ ജൂവിനെ തൊട്ട നിമിഷത്തിൽ നിന്റെ അന്ത്യം ഞാൻ തീരുമാനിച്ചതാണ്. അതെന്തായാലും ഇന്ന് ഇവിടെ നടക്കും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ലിയാങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ ഒരുപാട് കടന്ന് ചിന്തിക്കുകയാണ്, അത്രയ്ക്കൊന്നും നീ ആയിട്ടില്ല. അങ്ങനെ പറഞ്ഞതും അയാളുടെ കയ്യിൽ ആ ബെല്ല് പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ അയാൾ ഇരുന്ന ഹാളിൽ ഇരുന്നുകൊണ്ട് അയാൾ ആ ബെല്ല് ആക്ടിവേറ്റ് ചെയ്താണ് ആ ഡ്രാഗണെയും അതുപോലെ ആ ബ്രോൺസ് ട്രീയെയും സൃഷ്ടിച്ചത്. അതിശക്തമായ പ്രഷർ സൃഷ്ടിക്കാൻ അയാളുടെ ആ ബെല്ലിന് പറ്റും. ആ ബെല്ല് കയ്യിൽ വന്നതും അയാൾ ആ ബെല്ല് നനക്കി. ആ നിമിഷത്തിൽ അതിശക്തമായ ഒരു പ്രഷർ ആ എൻറ്റിയർ ഏരിയയിലും ഉണ്ടായി. അയാളുടെ കയ്യിലിരിക്കുന്നത് ഒരു ട്രൂ സെയിന്റ് വെപ്പണാണ്. ആ ട്രൂ സെയിന്റ് വെപ്പൺ ടോങ് ഗ്യാങ് ഉപയോഗിക്കുന്നതും ടോങ് ലിയാങ് ഉപയോഗിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
ചോങ് ഗ്യാങ്ങിനേക്കാൾ ഒരുപാട് ശക്തനാണ് ചോങ് ലിയാങ്. അതുകൊണ്ട് തന്നെ ചോങ് ലിയാങ് ആ ട്രൂ സെയിന്റ് വെപ്പൺ ഉപയോഗിച്ചതും ആ എൻറ്റയർ കോമ്പൗണ്ട് ചുറ്റുമായി ശക്തമായ പ്രശ്നം അനുഭവപ്പെട്ടു. മാർക്കിനൊപ്പമുള്ള ആളുകളോട് പറഞ്ഞു, ഏയ് പുറകോട്ട് മാറിക്കോ. ചാങ് മാങ്ങും പീക്ക് മാസ്റ്റർ ഉൾപ്പെടെയുള്ള എൻറ്റയർ ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകളും തൽഫലമായി പുറകോട്ട് മാറി. പ്രഷർ അവരെ പുറകോട്ട് മാറ്റി എന്ന് പറയുന്നതാണ് ശരി. എല്ലാവരും പുറകോട്ട് മാറിയതും മാർക്ക് ഫെല്ലർ കൈ ഒന്ന് അനക്കിയതും മാർക്കിന്റെ കയ്യിൽ ഒരു ചെറിയ റൂളർ പ്രത്യക്ഷപ്പെട്ടു. ആ റൂളർ മാർക്ക് ചോങ് ലിയാങ് നേരെ ചൂണ്ടിയിട്ട് ചോങ് ലിയാങ്ങിനോട് പറഞ്ഞു, ലിയാങ്, നിന്റെ കയ്യിൽ ട്രൂ സെയിന്റ് വെപ്പൺ ഉണ്ട്, ഇതാ എന്റെ കയ്യിലും ട്രൂ സെയിന്റ് വെപ്പൺ ഉണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ട്രൂ സെയിന്റ് വെപ്പൺ ആക്ടിവേറ്റ് ചെയ്തതും ആ റൂളറിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം ആ ബെല്ലിന് നേരെ പാഞ്ഞു വന്നു. ബെല്ലിന് നേരെ പാഞ്ഞു വരുന്ന ആ പ്രകാശം കണ്ടതും ലിയാങ് ആ ബെല്ലിൽ ശക്തമായി ഒന്ന് പിടിച്ചു രണ്ട് കൈ കൊണ്ട്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന പ്രകാശത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായത് കൊണ്ടാണ് ലിയാങ് രണ്ട് കൈ കൊണ്ട് ആ ബെല്ലിൽ പിടിച്ചത്. മാർക്കിന്റെ ആ റൂളറിൽ നിന്നുള്ള ആ പ്രകാശം ആ ബെൽ ഒന്ന് ഇടിച്ചതും ലിയാങ് ആ ബെല്ലിനോടൊപ്പം ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. ശക്തമായൊരു ഫോഴ്സാണ് ലിയാങ്ങിന്റെ പുറത്ത് അനുഭവപ്പെട്ടതെന്ന് അയാൾ അറിയാതെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചതിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലായി. മാർക്ക് ഫെല്ലർ റൂളറിൽ നിന്ന് വീണ്ടും പ്രകാശം മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും ഫയർ ചെയ്യും പോലെ ആ റൂളറിൽ നിന്ന് പ്രകാശം ആ ബെല്ലിന് നേരെ പാഞ്ഞു വരുമ്പോൾ ലിയാങ് ആ ബെല്ലിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. അയാളുടെ എൻറ്റയർ ശക്തിയും ആ ബെല്ലിലേക്ക് കൊടുക്കുകയാണ്. ഈ കാഴ്ച സ്വാഭാവികമായും ചോങ് കുടുംബത്തിൽ അവശേഷിക്കുന്ന ആളുകൾ വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് കാണുന്നത്. ചോങ് ലിയാങ്ങിന്റെ കയ്യിലിരിക്കുന്നത് ഒരു ട്രൂ സെയിന്റ് വെപ്പണാണ്. മാർക്കിന്റെ കയ്യിലുള്ളതും ട്രൂ സെയിന്റ് വെപ്പണാണ്. പക്ഷെ മാർക്കിന്റെ കയ്യിലുള്ളത് തണ്ടർ കോട്ടിയാടിൽ നിന്ന് കൊണ്ടുവന്ന ട്രൂ സെയിന്റ് വെപ്പണാണ്. ആ വെപ്പണ് മറ്റ് വെപ്പണിനേക്കാൾ ഒരുപാട് പവർ കൂടുതലാണ്. അത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അവിടെ എല്ലാവർക്കും മനസ്സിലായി. മാർക്കിന്റെ റൂളറിൽ നിന്നുള്ള പ്രകാശം ആ ബെല്ലിൽ തുരുതുര പതിച്ചു തുടങ്ങിയതും ആ ബെല്ല് ഒരു ശബ്ദത്തോടെ പൊട്ടിച്ചിതറി. ആ ബെല്ലങ്ങനെ പൊട്ടിച്ചിതറിയതും അതുണ്ടാക്കിയ ഷോക്കിൽ ലിയാങ് പരിക്കുകളോടെ പുറകോട്ട് തെറിച്ച് ആ ബിൽഡിങ്ങിന് മുകളിലെ തൂണിലിടിച്ച് മുന്നോട്ട് വീഴുകയാണ്. പക്ഷെ അയാൾ പെട്ടെന്ന് ചാടി എണീറ്റു. പക്ഷെ ആ നിമിഷത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും, ലിയാങ്ങിന് കാര്യമായി പരിക്കേറ്റു. ലിയാങ്ങിന്റെ ആ അവസ്ഥ കണ്ട ചോങ്ഗാങ് അറിയാതെ വിളിച്ചു പോണ്, അച്ഛാ, അവനും ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. അവനും ഗുവാനും പരിക്കുകളേറ്റിട്ടുണ്ട്. അവർക്ക് അവരുടെ മാസ്റ്റർ ചോങ് ഗാങ്ങിന്റെ പിതാവ് ചോങ് ലിയാങ്ങിനെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ലിയാങ് താഴെ വീണത് കണ്ടതും ഡീമൺ സ്ലെയിങ് ബേക്കിലെ ആളുകൾ മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മാർക്ക് ആ റൂളറുമായി ചോങ് ലിയാങ്ങിന്റെ മുന്നിലെത്തി. ലിയാങ്, നീ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ലിയാങ് ഒന്ന് ചിരിച്ചു. മാർക്ക്, എന്നെ ഇവിടെ ഇങ്ങനെ വീഴ്ത്തിയതിൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷെ മാർക്ക്, ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് നീ കരുതിയാൽ അത് ശരിയാകില്ലല്ലോ. ലിയാങ് അത് പറയുമ്പോൾ അയാളുടെ മുഖത്തുള്ള പുഞ്ചിരി സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലർക്കും പീക്ക് മാസ്റ്റർക്കും ജൂലിയനും ചാങ് മാങ്ങിനും ഉൾപ്പെടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവര് അങ്ങനെ കൺഫ്യൂഷനോടെ ലിയാങ്ങിനെ ഒന്ന് നോക്കിയതും ലിയാങ്ങിന്റെ നെറ്റിൽ നിന്ന് ഒരു തുള്ളി രക്തം മുന്നോട്ട് തെറിച്ചു. ആ രക്തം മുന്നോട്ട് തെറിച്ചതും അയാൾ വാ കൊണ്ട് ആ രക്തത്തിലേക്ക് ഒന്ന് ഊതിയതും ഒരേ നിമിഷത്തിലാണ്. എന്തോ ഒരു സ്പെല്ലിന് അയാൾ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു തോന്നലാണ് ആ കാഴ്ച മാർക്കിലും കൂട്ടിലും ഉണ്ടാക്കിയത്. ആ സ്പെല്ല് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം സ്വാഭാവികമായിട്ടും മാർക്കിനും കൂടുതലുള്ളവർക്കും ഉണ്ട്. അവര് അതുകൊണ്ട് തന്നെ ആക്ഷൻ ഒന്നും എടുക്കാതെ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ലിയാങ്ങിന്റെ ആ വായിന്ന് വന്ന വായുവിൽ നെറ്റിൽ നിന്നും തെറിച്ച രക്തം പതിച്ചതും ആ വായു രക്തത്തോടൊപ്പം ചേർന്ന് രൂപമായി മാറുന്ന കാഴ്ച കണ്ട ഡീമൺ സ്ലെയിങ് പീക്കിലെ ആ ടീം ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ലിയാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങളുടെ ചോങ് കുടുംബത്തിലെ ശക്തനായ ഒരു ആൻസിസ്റ്ററെ ഞാനിതാ പുനഃസൃഷ്ടിക്കുകയാണ്. അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും നല്ല ഉറച്ച ബോഡിയുള്ള ലേശ പ്രായമുള്ള വെളുത്ത തലമുടിയുള്ള ഒരാൾ ചോങ് ലിയാങ്ങിന് മുന്നിൽ ശരിക്കും രൂപം കൊണ്ട് കഴിഞ്ഞു. ആ രൂപം ചോങ് ലിയാങ്ങിന് മുന്നിൽ പൂർണ്ണമായും പ്രത്യക്ഷമായതും ചോങ് ലിയാങ് മുട്ടുകുത്തി ആ രൂപത്തെ തൊഴുതുകൊണ്ട് ആ രൂപത്തോട് പറഞ്ഞു, ആൻസിസ്റ്റർ, ക്ഷമിക്കണം, എനിക്ക് ഈ കുടുംബത്തെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ലിയാങ് അത് പറയുമ്പോൾ ആ രൂപം ആ ചുറ്റുപാടൊക്കെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ലിയാങ്ങിനോട് പറഞ്ഞു, സാരമില്ല, ഒന്നും ശാശ്വതമല്ലല്ലോ. അങ്ങനെ പറഞ്ഞ ആ രൂപം അയാളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ രൂപങ്ങളുടെ യൂണിഫോമിലെ ചിഹ്നം കണ്ടതും അയാൾ കൗതുകത്തോടെ അവരോട് ചോദിച്ചു, തണ്ടർ കോട്ടയാണ് ചോങ് ഫാമിലിയെ ആക്രമിക്കുകയും
എന്തോ അവിശ്വസനീയമായ ഒരു കാഴ്ച കണ്ട ഒരു ഫീലിലാണ് ആ ആൻസസ്റ്റർ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം അയാൾ അങ്ങനെ ചോദിച്ചതും ലിയാങ് അയാളോട് പറഞ്ഞു, ആൻസസ്റ്റർ, അത് തണ്ടർ കോർട്ട്യാർഡല്ല, ഡീമൺ സ്ലെയിങ് പീക്കാണ്. തണ്ടർ കോർട്ട്യാർഡിന്റെ 8 പീക്കുകളിൽ ഒരെണ്ണമാണ് ഡീമൺ സ്ലെയിങ് പീക്ക്. അവര് ഡെവിൾ ഹണ്ടേഴ്സ് ആണ്. ഡെവിൾ ഹണ്ടേഴ്സ് പല ആക്ടിവിറ്റീസും ഏറ്റെടുക്കുന്നവരാണ്. ഡെവിൾ ഹണ്ടേഴ്സിന്റെ ശക്തി അല്ല തണ്ടർ കോർട്ട്യാർഡിന്റെ യഥാർത്ഥ ശക്തി. തണ്ടർ കോർട്ട്യാർഡിനോട് എതിർക്കാൻ ആരും തയ്യാറായില്ല. തണ്ടർ കോർട്ട്യാർഡ് അല്ല, ഡീമൺ സ്ലെയിങ് പീക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടതും ആ ആൻസസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഓക്കെ, എന്ന വിഷയമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിൽക്കുന്ന ആളുകളെ ഒന്ന് സ്കാൻ ചെയ്ത് ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകളോടായി ചോദിച്ചു, ഈ ടോങ് കുടുംബത്തെ ആക്രമിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ ധൈര്യമുണ്ടായത്? ആ ചോദ്യം ആ ആൻസസ്റ്റർ ചോദിച്ചതും മാർക്ക് ഫെല്ലർ അയാളോടായി പറഞ്ഞു, ആൻസസ്റ്റർ, ക്ഷമിക്കണം, നിങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളുടെ കുടുംബം എൻ്റെ സുഹൃത്തിനെ ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ നിങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കല്ലാതെ വേറെ മാർഗം ഞങ്ങളുടെ മുന്നിൽ ഇല്ലായിരുന്നു. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും ആ ആൻസസ്റ്റർ മാർക്കിനെയും കൂട്ടരും നോക്കിയിട്ട് അവരോടായി ചോദിച്ചു, അപ്പോൾ നീയും നിനക്കൊപ്പോൾ ആളുകളുമാണ് ഈ ടോങ് കുടുംബത്തെ ആക്രമിച്ചതല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വെറുതെ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. നിങ്ങളാണ് ഇവിടെ ആക്രമണം നടത്തിയത്. അതെ, ഞങ്ങളാ ആക്രമിച്ചത്. ഓ ശരി, അങ്ങനെ ആവട്ടെ. നിങ്ങൾ ഇവിടെ ടോങ് കുടുംബത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി തിരിച്ചു പോകണ്ട. ആ മനുഷ്യൻ ആ ഡയലോഗ് പറഞ്ഞതും ചാങ്മാൻ ഉറക്കെ അയാളോട് പറഞ്ഞു, നീ ചത്തവനല്ലേ? ചത്ത നീ എന്തിനാ ഈ ഡയലോഗൊക്കെ പറയുന്നത്? നീ ആരായാലും ഞങ്ങൾക്കെന്താ? നീ വലിയ ട്രൂസെന്റ് ഒന്നും അല്ലല്ലോ. ആ പ്രായമുള്ള മനുഷ്യനോട് ചാങ്മാൻ ആ ശൈലിയിൽ ഡയലോഗ് പറഞ്ഞതും ചാങ്മാങ്ങിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അയാൾ പറഞ്ഞു, അതെ, ഞാൻ ട്രൂസെന്റ് അല്ല, പക്ഷേ നിങ്ങളേക്ക് അവസാനിപ്പിക്കാൻ ഞാൻ ട്രൂസെന്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം തോന്നിയത് മാർക്ക് ഫെല്ലർക്കാണ്. ട്രൂസെന്റ് ആണ് അവിടെ നിൽക്കുന്നതെങ്കിൽ മാർക്കിനും കൂട്ടർക്കും ഒരു സാധ്യതയുമില്ല. അയാൾ എന്തായാലും ട്രൂസെന്റ് അല്ല, റിവേഷൻ ഓട്ട്സ്റ്റേജിന്റെ അവസാന ലെവലിലെങ്ങാനും ഉള്ള ആളായിരിക്കും. അങ്ങനെ മാർക്ക് മനസ്സിൽ കരുതുമ്പോൾ ആ മനുഷ്യൻ ചാങ്മാങ്ങിനോട് പറഞ്ഞു, ഞാനൊരു സെമി സെയിന്റ് ആണ്. എനിക്ക് നിങ്ങളെ അവസാനിപ്പിക്കാൻ വിരലൊന്ന് ഞൊടിക്കേണ്ട സമയം മാത്രം മതി. ട്രൂ സെയിന്റ് അല്ലെങ്കിലും മുന്നിൽ നിൽക്കുന്നത് സെമി സെയിന്റ് ആണെന്ന് കേട്ടപ്പോൾ മാർക്ക് ശരിക്കും ഒന്ന് പതറി. മാർക്ക് ഉടൻ ആ സെമി സെയിന്റിനോട് പറഞ്ഞു, സർ ക്ഷമിക്കണം, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ? അതെ സാർ, അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. അത് പക്ഷേ എന്റെ കൂടെയുള്ള ആളുകൾ ആരും കേൾക്കേണ്ട. അതുകൊണ്ട് അങ്ങ് അവരെ പോകാൻ അനുവദിക്കണം. എന്തോ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് മാർക്ക് ഫെല്ലർ പറഞ്ഞതും പെട്ടെന്നുണ്ടായ ഒരു വീണ്ടും വിചാരത്തിൽ ആ സെമി സെയിന്റ് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, അവര് പൊയ്ക്കോട്ടെ. അത് കേട്ടതും മാർക്ക് ആ ഡീമൺ സ്ലെയിങ് പീക്കിൽ ആളുകളോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളൊക്കെ ദൂരേക്ക് മാറിക്കോ. മാർക്ക് അത് പറഞ്ഞതും ചാങ്മാൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ വരാതെ ഞങ്ങളെങ്ങനെ പോകും? ചാങ്, നീ പൊയ്ക്കോ, എന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. പക്ഷെ അതുപയോഗിച്ച് ഫൈറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങളത് ബാധിക്കും. മാർക്ക് ഫെല്ലർ പറഞ്ഞത് കേട്ടതും ചാങ്മാൻ അതിവേഗം അവിടുന്ന് പുറത്തേക്ക് നീങ്ങി. ചാങ്മാൻ ഓടി ഒത്തിരി ദൂരേക്ക് ചെല്ലുമ്പോൾ അവിടെ ജൂലിയനും പീക്ക് മാസ്റ്ററും ബാക്കിയുള്ളവരും നിൽക്കുകയാണ്. ചാങ്മാൻ ഓടി ചെന്നതും ജൂലിയൻ ചാങ്മാനോട് ചോദിച്ചു, ചാങ്, മാർക്കോ? ജൂലിയൻ, മാർക്കിന്റെ കയ്യിൽ ഒരു പ്രത്യേക ആയുധമുണ്ട്. അതുപയോഗിച്ച് മാർക്ക് ആ സെമി സെയിന്റിനെ നേരിട്ടുള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല. ചാങ്മാൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ജൂലിയനും പീക്ക് മാസ്റ്ററും മുഖത്തോട് വന്ന് നോക്കുകയാണ്. മാർക്കിന്റെ കയ്യിലുള്ളത് ആകെ ആ സെയിന്റ് വെപ്പണാണ്. ആ സെയിന്റ് വെപ്പൺ ഉപയോഗിച്ച് ഒരു സെമി സെയിന്റിനെ നേരിടാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അവരുടെ മുഖത്ത് ഒരു ടെൻഷൻ അനുഭവപ്പെട്ടു. മാർക്ക് സകലരും അവിടുന്ന് മാറിക്കഴിഞ്ഞെന്ന് മനസ്സിലായതും ആ സെമി സെയിന്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സെമി സെയിന്റ് മാർക്കോട് ചോദിച്ചു, നിനക്ക് എന്നോട് എന്ത് രഹസ്യമാ പറയാനുള്ളത്? അയാൾ അങ്ങനെ ചോദിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, എടാ വിധി, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. നീ എന്താ പറഞ്ഞേ? അതെ, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന്. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ റൂളർ അയാൾക്ക് നേരെ നീട്ടിയതും അതിശക്തമായ ഒരു പ്രകാശം ആ സെമി സെയിന്റിന് നേരെ പാഞ്ഞു വന്നു. മാർക്കിന്റെ റൂളറിൽ നിന്ന് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പ്രകാശം കണ്ടതും അയാള് കൈ കാഷ്വലായിട്ട് ഒന്ന് മുന്നോട്ടാക്കി. അയാളുടെ കൈ കാഷ്വലായി മുന്നോട്ടായതും ശക്തമായൊരു ഫോഴ്സ് മാർക്കിന്റെ ആ പ്രകാശത്തിനെ പാഞ്ഞു വന്നത് മാത്രമാണ് മാർക്ക് കണ്ടത്. അടുത്ത പക്ഷത്തിൽ മാർക്കും റൂളറും കൂടി ശരിക്കും ദൂരേക്ക് തെറിച്ചു. മാർക്ക് ആ ഗേറ്റിന് പുറത്ത് ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണ സ്ഥലത്ത് നിന്ന് മാർക്ക് ഒരു പരുവത്തിൽ എണീക്കുമ്പോൾ ആ സെമി സെയിന്റുകാരൻ ആ വാതിൽ കടന്ന് പുറത്തേക്ക് വരികയാണ്. മാർക്കിന് ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായി.
സെമി സെയിന്റിന്റെ ശക്തി താൻ വിചാരിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ്. ഏയ്, നീ എന്നെ കളിയാക്കുകയായിരുന്നല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ ഒരു പ്രകാശം കേന്ദ്രീകരിക്കപ്പെട്ടു. മാർക്ക് ശരിക്കും പെട്ടതുപോലെയായി. മാർക്കിന്റെ കയ്യിലിരിക്കുന്ന റൂളർ ഉപയോഗിച്ച് മാർക്കിന് അയാളെ തടുക്കാൻ പറ്റില്ല. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ സെയിൻലി ബോഡി ടെക്നിക്കിന്റെ 5th ലെവൽ ആക്ടിവേറ്റ് ചെയ്തു. അതോടൊപ്പം ആ വജ്ര ബോഡി ആക്ടിവേറ്റ് ചെയ്തു. സുവർണ പ്രകാശവും പച്ചപ്രകാശവും വലയങ്ങൾ മാർക്കിന്റെ ബോഡി തീർക്കുന്ന ആ നിമിഷത്തിൽ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വന്നു. മാർക്കിന് ആ പ്രകാശത്തിൽ ഇടനായി ഇനി കയ്യിലുള്ളത് ആ വെനറബിൾ 5th മൗണ്ടൻ ആണ്. മാർക്ക് ആ വെനറബിൾ 5th മൗണ്ടൻ തന്റെ നിലവറയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ മുന്നിലേക്ക് ഒരാൾ പെട്ടെന്ന് കടന്നു വന്നു. മാർക്കിന്റെ മുന്നിലേക്ക് വന്ന ആള് ഇരു കൈകളും ഉപയോഗിച്ച് മാർക്കിനെ അറ്റാക്ക് ചെയ്ത് ആ പ്രകാശത്തെ തടുക്കുകയും ചെയ്തു. പെട്ടെന്ന് മാർക്കിന്റെ മുന്നിലേക്ക് ഒരാൾ കടന്നു വന്നപ്പോൾ ആ സെമി സെയിന്റ് ശരിക്കും ഒന്ന് സ്തംഭിച്ചു എന്ന് പറയാം. അയാളുടെ മുഖത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അയാളുടെ അതിശക്തമായ അറ്റാക്കിനെയാണ് മാർക്കിന്റെ മുന്നിലേക്ക് വന്ന വ്യക്തി തടുത്തിരിക്കുന്നത്. തന്റെ പുറത്ത് പ്രകാശം പിടിക്കാതെ ഒരാൾ തന്നെ പ്രൊട്ടക്ട് ചെയ്തത് മാർക്കിൻ കണ്ടു. മാർക്കിന് ആ നിമിഷം തികഞ്ഞ അതിശയം. മാർക്കിന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ബുദ്ധൂസ് ആണ്. ബുദ്ധൂസ്, നീ എപ്പോഴെത്തിയത്? മാർക്ക്, ഞാനിവിടെ 2 ദിവസമായി നിന്നെ കാത്തു നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ അമ്പലത്തിൽ വെച്ച് തന്നെ സഹായിക്കണമെന്ന് ബുദ്ധൂസിനോട് പറഞ്ഞിരുന്നു. അത് മനസ്സിലുള്ള ബുദ്ധൂസ് ചോങ് കുടുംബത്തിൽ എത്തി കാത്തു നിൽക്കുകയായിരുന്നു. അത് കേട്ടതും മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, ബുദ്ധൂസ്, അവനൊരു സെമി സെയിന്റ് ആണ്, അവനെ നേരിടാൻ നിനക്ക് പറ്റൂ? മാർക്ക്, നീ ആ റൂളർ ഇതാ. അങ്ങനെ ബുദ്ധൂസ് പറഞ്ഞതും മാർക്ക് ആ റൂളർ ബുദ്ധൂസിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ റൂളർ കയ്യിൽ ഏറ്റുവാങ്ങിയ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വെക്കോ, ഞാൻ അങ്ങ് വരാം. കേൾക്കേണ്ട താമസം മാർക്ക് ഒരൊറ്റ കുതിപ്പ്. ഈ സമയത്ത് ജൂലിയനും പീറ്ററും ബാക്കിയുള്ളവരൊക്കെ അസ്വസ്ഥതയോടെ അങ്ങ് ദൂരെ കാണുന്ന ചോങ് കുടുംബത്തിലേക്ക് നോക്കുകയാണ്. ചോങ് കുടുംബം അവർക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിലാണ്. പക്ഷേ ഒരു ടെൻഷനും ഇല്ലാത്ത ചാങ്മാങ്ങിനാണ്. ചാങ്മാങ് പൂർണ്ണമായും മാർക്ക് പറഞ്ഞ കാര്യം വിശ്വസിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ ഒരു ഡിവൈൻ ആയുധമുണ്ടെന്നും ആ ആയുധം ഉപയോഗിച്ച് മാർക്കിന് ആ സെമി സെയിന്റിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നും മാർക്ക് തന്നെയാണ് ചാങ്മാങ്ങിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ചാങ്മാങ്ങിന് ഒരു ടെൻഷനും ഇല്ലാത്തത്. മാർക്കിന്റെ കയ്യിൽ ഡിവൈൻ ആയുധങ്ങളൊന്നും ഇല്ല എന്നറിയാവുന്ന ജൂലിയനും പീക്ക് മാസ്റ്ററും ശരിക്കും അസ്വസ്ഥരാണ്. ഒരു സെമി സെയിന്റിനെ നേരിടാനുള്ള കപ്പാസിറ്റി മാർക്കിന് ഇല്ല എന്നത് അവർക്കറിയാം. അവർ ശരിക്കും അമ്പരപ്പിലാണ്. പെട്ടെന്ന് ജൂലിയൻ പറഞ്ഞു, മാർക്കിനെ കാണാനില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് പോയാലോ? അത് കേട്ടതും ചാങ്മാൻ പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങനെ ഞാൻ പോവാം. ചാങ്മാൻ പോവാനായിട്ട് എണീക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലർ അതിവേഗം അവിടേക്ക് പാഞ്ഞു വന്നത്. മാർക്കിനെ കണ്ടതും ചാങ്മാൻ ഓടി വന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ അവനെ കൊന്ന? അങ്ങനെ ചാങ് ചോദിച്ചതും മാർക്ക് ചാങ്ങിനോട് ഇല്ല ഇല്ല. ആ സമയത്ത് ജൂലിയനും പീക്ക് മാസ്റ്ററും മാർക്കിനടുത്തെത്തി. ഏയ് മാർക്ക്, എന്ത് പറ്റി? എങ്ങനെ നീ രക്ഷപ്പെട്ട? ജൂലിയൻ, എൻ്റെ ഒരു സുഹൃത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട്, അയാള് അവനെ നേരിട്ടോളൂ. മാർക്ക്, നിന്റെ സുഹൃത്തോ? അവൻ സെമി സെയിന്റ് ആണോ? ജൂലിയൻ, അവന്റെ ശക്തി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് അവൻ ആ സെമി സെയിന്റിനെ നേരിടും. അത് കേട്ടത് പീക്ക് മാസ്റ്റർ പറഞ്ഞു, മാർക്ക്, നിന്റെ സുഹൃത്തിന് ഒരു അരമണിക്കൂർ പിടിച്ചേക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ സെമി സെയിന്റ് പ്രതിഭാസം മാക്സിമം 30 മിനിറ്റ് വരെ കാണും. ചോങ് ലിയാങ് സൃഷ്ടിച്ചിരിക്കുന്ന ആ സെമി സെയിന്റിന്റെ ആയുസ് എന്ന് പറയുന്നത് പരമാവധി 30 മിനിറ്റ് ആണ്. ആ 30 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാണ്ടാവും. അതുവരെ മാർക്കിന്റെ സുഹൃത്ത് പിടിച്ചു നിന്നാൽ മതി. അതാണ് പീക്ക് മാസ്റ്റർ പറഞ്ഞത്. ചോങ് ലിയാങ് സൃഷ്ടിച്ച ആ രൂപം 30 മിനിറ്റ് കഴിയുമ്പോൾ ഇല്ലാതാകുമ്പോൾ ഈ ഡീമൺ സ്ലെയിങ് പീക്കിന് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും. അവർക്ക് വീണ്ടും ചോങ് കുടുംബത്തിലേക്ക് പോവാം. അതിനെക്കുറിച്ചായി അവരുടെ ചർച്ച. അത് കേട്ടത് മാർക്ക് പറഞ്ഞു, എന്തായാലും എൻ്റെ സുഹൃത്ത് നമ്മളെ നിരാശപ്പെടുത്തില്ല, അതാ എൻ്റെ വിശ്വാസം. മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും പീക്ക് മാസ്റ്ററും ജൂലിയനും എന്നുവേണ്ട സകല ആളുകളും ആ ചോങ് കുടുംബത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെ പൊരിഞ്ഞ അടി നടക്കുകയാണെന്ന് വ്യക്തമാണ്. അവർക്ക് ടെൻഷൻ കൂടി തുടങ്ങി. അവിടേക്കൊന്ന് പോയാലോ എന്ന് പീക്ക് മാസ്റ്റർ പറഞ്ഞ ആ നിമിഷത്തിൽ അവിടേക്ക് ഒരു രൂപം പാഞ്ഞു വരുന്നത് അവർ കണ്ടു. അതിശക്തമായ ഇന്റേണൽ ഊർജമുള്ള ഒരാളാണ് അങ്ങോട്ട് വരുന്നതെന്ന് ആ ആളിന്റെ സാന്നിധ്യം അറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അടുത്ത നിമിഷത്തിൽ അതിവേഗതയിൽ ആ ആള് അവരുടെ മുന്നിലെത്തിയത് ബുദ്ധൂസ് തന്നെയാണ്. മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ബുദ്ധൂസ് ശരിക്കും ഒരു കാഴ്ചയാണ്. ബുദ്ധൂസിന്റെ ബോഡി ആകെ കീറി പറഞ്ഞിരിക്കുകയാണ്. കാര്യമായ പരിക്ക് ബുദ്ധൂസിനെ ഏറ്റിട്ടുണ്ട്. ബുദ്ധൂസിന്റെ ഇടത് ഷോൾഡർ മുതൽ ഏകദേശം അരഭാഗം വരെ എന്നിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ആ ശൈലിയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. മാർക്ക് ആ കാഴ്ച കണ്ട് ശരിക്കും കണ്ണു തുറച്ച് ബുദ്ധൂസിനെ നോക്കുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനെ ഞാൻ തീർത്തു.
സെമി സെന്റിനെ അവസാനിപ്പിച്ചു എന്നാണ് ബുദ്ധൂസ് പറഞ്ഞത്. അത് കേട്ടതും എല്ലാവർക്കും ഒരു ആശ്വാസമായി. ബുദ്ധൂസ്, ഞാനേ കുറച്ച് മരുന്നെടുക്കാം. ഏയ് മാർക്ക്, അതൊന്നും വേണ്ട, നീ ഇപ്പൊ എന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ ബുദ്ധൂസ്, ഞാൻ സമ്മതിച്ചു, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിനക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഉറപ്പായി ഞാൻ ഉണ്ടാവും. വിലമതിക്കാനാവാത്ത ഒരു സേവനമാണ് യഥാർത്ഥത്തിൽ ബുദ്ധൂസ് ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് അവനോട് ചോദിച്ചു, ബുദ്ധൂസ്, അവിടെയുള്ള ബാക്കി ആളുകളൊക്കെ? അതൊന്നും ഞാൻ നോക്കിയില്ല, ഞാൻ ആ സെമി സെന്റിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ബുദ്ധൂസ് ആ റൂളർ മാർക്കിന് മടക്കി കൊടുത്തു. ആ ഡിവൈൻ വെപ്പൺ മാർക്കിന്റെ കയ്യിലേക്ക് മടക്കി കൊടുത്ത ബുദ്ധൂസ് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഇരുട്ടിലേക്ക് മറഞ്ഞ ആ ബുദ്ധൂസിനെ കണ്ണമിക്കാതെ നോക്കിയിരിക്കുകയാണ് ജൂലിയനും അതുപോലെ പീക്ക് മാസ്റ്ററും. പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ആ സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, അവനെ അങ്ങനെ വിട്ടത് ശരിയായില്ല. ഏയ് അത് സാരമില്ല, അവനത് ശരിയാക്കിക്കൊള്ളും. ബുദ്ധൂസ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല, അത് മാർക്കിന് അറിയാം. ഇപ്പോ മാർക്ക് ബുദ്ധൂസിന് കടപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്തോ ആലോചിച്ചുള്ള പീക്ക് മാസ്റ്റർ പറഞ്ഞു, മാർക്ക്, നമുക്ക് ഉടൻ അങ്ങോട്ട് മടങ്ങിച്ചെല്ലണം. ഉടൻ തന്നെ ആ ടീം ഒന്നടങ്കം ആ ചോങ് കുടുംബത്തിലെത്തി. ചോങ് കുടുംബത്തിലെത്തിയ അവർക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് അവർ ആദ്യം കണ്ടത്. ചോങ് ഗാങ്ങിന്റെ ആ പിതാവ് തറയിൽ എങ്ങനെ കിടക്കുകയാണ്. അയാളുടെ 2 കൈകളും 2 കാലും അടിച്ച് ഓടിക്കപ്പെട്ട നിലയിലാണ് അയാൾ കിടക്കുന്നത്. ബുദ്ധൂസ് ആ സെമി സെയിന്റിനെ കൊന്നതിന് ശേഷം ചോങ് ഗാങ്ങിന്റെ പിതാവിന്റെ കൈയും കാലും അടിച്ചൊടിച്ചതാണെന്ന് അത് കണ്ടതും മാർക്കിന് മനസ്സിലായി. മാർക്ക് അയാളുടെ മുന്നിലെത്തി. ഇപ്പോ എന്തു പറയുന്നു? മാർക്കിന്റെ ആ ചോദ്യം കേട്ടതും അയാളൊന്നു ചിരിച്ചു. മാർക്ക്, ഇത്തരൊരു സാഹചര്യത്തിൽ ഞാൻ എത്തുമെന്ന് ഞാൻ കരുതിയിട്ടേയില്ല. എന്തായാലും മാർക്ക്, നിന്നെയും നിന്റെ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ചോങ് കുടുംബത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും മാർക്ക് ഫെല്ലർ അതിജീവിച്ചു എന്നാണ് അയാൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. മാർക്കിനോട് അയാൾ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അയാളുടെ ബോഡിക്ക് ചുറ്റും ഒരു ഊർജ്ജം ഉണ്ടായത്. അയാളുടെ ബോഡിക്ക് ചുറ്റും ഒരു ഓറ ഡെവലപ്പ് ചെയ്യുന്ന കണ്ട പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അയാൾ എന്തോ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, ഇവൻ എന്ത് സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്താലും ഇവനെ ഇപ്പം ഞാൻ തീർക്കും. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ചോങ് ഗാങ്ങിന്റെ ആ പിതാവിന് ചുറ്റുമുള്ള ഓറ വൻതോതിൽ അങ്ങ് വളർന്നു. ചോങ് ലിയാങ്ങിന്റെ ചുറ്റിലുമായി ആ ഓറ അങ്ങനെ വളർന്നു വരുമ്പോൾ അത് ഒരു ഭയപ്പെടുത്തുന്ന ചിത്രമായി മാറുകയാണ്. അത് കണ്ടതും ആ ഡീമൺ സ്ലേയിങ് പീക്കിലെ ആളുകൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. മാർക്ക് പക്ഷെ കൂളായി അയാളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അയാളുടെ ഒടിഞ്ഞ കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അയാളുടെ കൈയുടെ പുറകിലായി ഒരു വൃത്തം പ്രത്യക്ഷപ്പെട്ടു. ആ വൃത്തം പ്രത്യക്ഷപ്പെട്ട അതേ നിമിഷത്തിൽ മാർഗൈ അയാൾ ഒന്ന് അനക്കിയതും അയാൾക്ക് സമീപത്തുണ്ടായിരുന്ന അയാളുടെ മകൻ ചോങ് ഗാങ് അതിവേഗം ആ വൃത്തത്തിനകത്തേക്ക് വലിച്ചിടപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്ക് ഫെല്ലർക്കോ കൂടെ ഉള്ളവർക്കോ മനസ്സിലാകും മുമ്പ് ചോങ് ഗാങ്ങിന്റെ ശബ്ദം അവർ കേട്ടു. അച്ഛാ, അച്ഛാ എന്നുള്ള അവന്റെ ആ വിളി ശരിക്കും ഹൃദയഭേദകമായ ഒരു വിളിയാണ്. കാരണം അവൻ ആ വൃത്തത്തിനകത്ത് വീണ ആ നിമിഷത്തിൽ ആ വൃത്തം ഒരു ടണലായി രൂപം കൊണ്ടിരുന്നു. ആ ടണലിലൂടെ ചോങ് ഗാങ് അതിവേഗം പാഞ്ഞു പോകുന്ന കാഴ്ച മാർക്കും പീക്ക് മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാവരും കണ്ടു. ആ കാഴ്ചയിലേക്ക് കണ്ണുപിടിച്ചവർ നോക്കുമ്പോഴാണ് ചോങ് ഗാങ്ങിന്റെ ഹൃദയഭേദകമായ ആ വിളി അവർ കേൾക്കുന്നത്. വിളി കേട്ട് അവര് തിരിഞ്ഞു നോക്കുമ്പോൾ ചോങ് ലിയാങ് നിന്ന് കത്തുന്നതാണ് അവർ കണ്ടത്. ചോങ് ലിയാങ്ങിന്റെ അവസാന ഊർജവും ഉപയോഗിച്ച് ചോങ് മകനെ ആ ചോങ് കുടുംബത്തിൽ നിന്ന് അകലേക്ക് ഒരു ഓയിൽ ഗേറ്റ് വഴി അയാളുടെ അവസാന ഊർജവും അയാൾ മകനെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ടണലിലൂടെ പാഞ്ഞു പോകുന്ന ചോങ് ഗാങ്ങിന്റെ മനസ്സിൽ ശരിക്കും ആ ചിത്രം അങ്ങ് പതിഞ്ഞു. സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് മകനെ രക്ഷിച്ച ചോങ് ലിയാങ് ഒരു വല്ലാത്ത വിങ്കലാണ് ചോങ് ഗാങ്ങിനെ ഉണ്ടാക്കിയത്. ലോകത്തെ എല്ലായിടത്തും പിതാക്കന്മാര് ഈ ശൈലിയിലാണ് പെരുമാറുക. അവസാന നിമിഷം സ്വന്തം ജീവൻ കളഞ്ഞും മക്കളെ രക്ഷിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചോങ് ലിയാങ്ങിന്റെ ആ മരണം മാർക്കിനെയും കൂട്ടരെയും ഒന്ന് ചെറുതായിട്ട് ഉലച്ചു. ശത്രുവാണെങ്കിലും അച്ഛൻ എന്ന നിലയിൽ അയാളുടെ മകനെ രക്ഷിക്കാൻ നടത്തിയ ആ അവസാന ശ്രമം സ്വാഭാവികമായിട്ടും അവരെയും ഒന്ന് വേദനിപ്പിച്ചു എന്ന് വ്യക്തമാണ്. മനസ്സ് അതിലേക്ക് ഉടക്കിപ്പിക്കാതെ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് റിലീസ് ചെയ്ത് ആ എല്ലാ ഭാഗവും സ്കാൻ ചെയ്തതും ജൂ ഉള്ള സ്ഥലം മാർക്കിനെ പിടികിട്ടി. മാർക്ക് ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ് വാ. കേൾക്കേണ്ട താമസം ചാങ് മാർക്കിനൊപ്പം മുന്നോട്ട് കുതിച്ചു. അല്പസമയം കഴിഞ്ഞതും അവര് ഒരു നിലവറയുടെ മുന്നിലെത്തി. നിലവറയുടെ ഗേറ്റ് തകർത്ത് അകത്ത് കിടക്കാൻ മാർക്കിനും ചാങ്ങിനും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അകത്ത് മുറിയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട സാക്ഷാൽ ജൂ അങ്ങനെ കിടക്കുകയാണ്. ആ ചങ്ങല നിമിഷ നേരം കൊണ്ട് മാർക്ക് പൊട്ടിച്ചെറിഞ്ഞതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇത്രയും ശക്തനായി വളരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജൂവിന്റെ
ഇടത് കൈ ഇപ്പൊ ഇല്ല. എന്നിട്ടും ആ സമയത്തും മാർക്കിനെ കണ്ടപ്പോ ജൂവിന്റെ ഡയലോഗ് അതായിരുന്നു. മാർക്ക് ഒന്നും മിണ്ടാതെ ജൂനെ കെട്ടിപ്പിടിച്ചിട്ട് ജൂനെ എടുത്ത് ഷോൾഡർ ഇരുത്തി. മാർക്കും ചാങ്മാങ്ങും മുകളിൽ മടങ്ങിയെത്തുമ്പോൾ അവിടെ ശരിക്കും ഒരു കൊള്ള നടക്കുകയാണ്. ആ ചോങ് കുടുംബത്തിൽ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ആർട്ടിഫാക്റ്റുകളുണ്ട്. അതൊക്കെ അവിടെ ഇങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡീമൺ സ്ലിംഗ് പീക്കിൽ നിന്ന് മാർക്കിനൊപ്പം എത്തിയ ആളുകൾ അത് മുഴുവൻ കൊള്ളയടിക്കുക എന്ന ദൗത്യത്തിലേക്കാണ് കടന്നത്. കൊള്ളയാണോ അവർ നടത്തുന്നത് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം അവിടെ ആളുകൾ വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വിജയിയുടേതാണല്ലോ അവിടെയുള്ള എല്ലാ സമ്പാദ്യങ്ങളെല്ലാം അവര് കരസ്ഥമാക്കി കഴിഞ്ഞതും പീക്ക് മാസ്റ്റർ എല്ലാവരോടും പറഞ്ഞു, ബാ നമുക്ക് പോവാം. ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുമ്പോഴാണ് മാർക്ക് ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മാർക്ക് ഉൾപ്പെടെ 24 ആളുകളാണ് ആ ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഇപ്പോ 20 പേരെ ബാലൻസ് ഉള്ളൂ. അതിന്റെ അർത്ഥം യുദ്ധത്തിൽ 4 ആളുകൾ അവർക്ക് നഷ്ടമായെന്നാണ്. അത് മാർക്കിനെ ഒന്ന് ഉലച്ചു. ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകൾ മാർക്കിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നത്. മാർക്കിന്റെ ഫ്രണ്ടാണ് ജൂ. ആ ജൂവിനെ രക്ഷിക്കാനാണ് അവര് 4 പേരും ജീവൻ കൊടുത്തത്. മാർക്കിന്റെ മനസ്സിൽ ആ ചിന്ത കടന്നു വന്നതും പീക്ക് മാസ്റ്റർ മാർക്കിന്റെ അടുത്ത് വന്ന് മാർക്കിന്റെ ഷോൾഡറിലും തട്ടി. മാർക്ക്, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. മാർക്ക്, നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. നമ്മള് ഹണ്ടേഴ്സ് ആണ്. ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഹണ്ടേഴ്സ് ആയിട്ട് ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് ആളുകൾ വരുന്നത്. ഞാനായാലും നീ ആയാലും ചിലപ്പോ മറ്റൊരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വരാം. പീക്ക് മാസ്റ്റർ അത് പറഞ്ഞതും ജൂലിയനും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതെ, പീക്ക് മാസ്റ്റർ പറഞ്ഞതാ ശരി. സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ പറ്റൂ. എന്തായാലും കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരം മാർക്കിന് കൊടുക്കാതെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ടായി. അവര് ഡീമൺ സ്ലെയിങ് പീക്കിൽ മടങ്ങിയെത്തുമ്പോൾ നേരം നന്നായി ഇരുട്ടിയിട്ടുണ്ട്. മാർക്കിന്റെ ഗുഹയിലേക്ക് ജൂവിനെ കൊണ്ടുവന്നതും ജൂവിനോടായി പറഞ്ഞു, ജൂ, ഞാനേ കുറച്ച് മരുന്നുണ്ടാക്കാം. മാർക്ക്, നീ എന്നെ ചികിത്സിക്കാൻ വേണ്ടിയാണ് മരുന്നുണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. അതൊന്നും വേണ്ട, നീ കുറച്ച് ഭക്ഷണം ഉണ്ടാക്ക. ജൂവിൻ്റെ ഒരു പ്രത്യേക ബോഡിയാണ്, നിർമ്മാണ ബോഡി. ആ ബോഡിയുടെ പ്രധാന ഊർജവും മരുന്നും എല്ലാം ശരിക്കും ഭക്ഷണമാണ്. ആ കാര്യം ചാങ്മാങ്ങിന് അറിയത്തില്ല. ജൂ പറഞ്ഞത് കേട്ടതും ചാങ്മാങ് തലേ കൈവച്ച് പോവുകയാണ്. ചാങ്മാങ് മാർക്കിനോട് പറഞ്ഞു, ഇടാ, ശരിക്കും ഇത് എന്തൊരു സ്ത്രീയാ. അതിന് മറുപടിയായി മാർക്ക് ചാങ്മാങ്ങിനോട് പറഞ്ഞു, ചാങ്മാങ്, നീ അതൊന്നും ആലോചിക്കണ്ട, നീ പോയി കുറച്ച് വൈൻ വാങ്ങിച്ചുണ്ടോ, ഞാനേ കുറച്ച് മൃഗങ്ങളെയൊക്കെ വേട്ടയാടാം. ചാങ്മാങ് വൈനിന് പോയതും മാർക്ക് ഫെല്ലർ അടുത്തുള്ള വനത്തിലേക്ക് കടന്ന് കുറച്ച് മൃഗങ്ങളുമായി തിരിച്ച് മടങ്ങിയെത്തി. ആ രാത്രിയിൽ അടിപൊളിയായിട്ടുള്ള ഭക്ഷണമാണ് മാർക്കും ചാങ്മാങ്ങും ചേർന്ന് അവിടെ വെച്ചത്. വൈനും ഭക്ഷണമായതും ജൂ അതിലങ്ങ് ഒരു മത്സരം തുടങ്ങി. ഭക്ഷണം കഴിക്കുക, അതുപോലെ വൈൻ കുടിക്കുക, ഇത് ചാങ്മാങ്ങിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമയം മുന്നോട്ട് പോയതും ജൂവും ചാങ്മാങ്ങും ശരിക്കും അങ്ങ് ഫ്രണ്ട്സായി. നേരം പുലർന്നതും മാർക്ക് ഫെല്ലർ ആ റൂളർ ആ 1-ാം നമ്പർ പീക്കിൽ കൊണ്ടുപോയി മടക്കി കൊടുത്തു. 1 മാസത്തേക്കാണ് ആ റൂളർ മാർക്കിന് കൊടുത്തത്. പക്ഷെ അത്രയും സമയമൊന്നും മാർക്കിന് വേണ്ടി വന്നില്ല. റൂളർ മടക്കി കൊടുത്തിട്ട് മാർക്ക് തിരിച്ച് ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് വരുമ്പോൾ പീക്ക് മാസ്റ്റർ മാർക്കിനെ തടഞ്ഞു നിർത്തി. മാർക്ക്, നീ എനിക്ക് നൽകിയ വാക്ക് മറന്നിട്ടില്ലല്ലോ. പീക്ക് മാസ്റ്റർ, അതെങ്ങനെയാ മറക്കുക? മാർക്ക്, എന്നാലേ നീ ആ വാക്ക് പാലിക്കാനുള്ള സമയമായി. പീക്ക് മാസ്റ്റർ, ആ മത്സരത്തിന്റെ കാര്യമല്ലേ അങ്ങ് പറയുന്നത്? അതെ മാർക്ക്, അത് തന്നെ. ഇന്നേക്ക് 3-ാം ദിവസമാണ് ആ മത്സരം. അയ്യോ, ആ ഡേറ്റ് ഇത്ര അടുത്തെത്തിയോ? മാർക്കിനെ ആ തീയതി ശരിക്കും അത്ഭുതപ്പെടുത്തി എന്ന് പറയാം. പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പ്രിപ്പയർഡ് ആണല്ലോ. പീക്ക് മാസ്റ്റർ, ഞാൻ അങ്ങേക്ക് വാക്ക് നൽകിയതല്ലേ 1-ാം സ്ഥാനത്ത് എത്തുന്നു. മാർക്ക്, നീ 1-ാമത് എത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ 3-നകത്തെങ്കിലും കയറി പറ്റണം. ഞാൻ കുറേ കാലമായി ശ്രമിക്കുകയാണ്. ജൂലിയൻ ശ്രമിച്ചിട്ട് 4-ാമത്തെ സ്ഥാനം വരെ എത്തിയിട്ടുള്ളൂ. ആകെ 8 പീക്കുകളാണ് മത്സരിക്കുക. ആ 8-ൽ 4-ആണ് പരമാവധി ഡീമൺ സ്ലെയിങ് പീക്കിന്റെ സ്ഥാനമെന്ന് പീക്ക് മാസ്റ്റർ പറഞ്ഞതും മാർക്ക് പീക്ക് മാസ്റ്ററോട് ചോദിച്ചു, പീക്ക് മാസ്റ്റർ, എപ്പോഴും വിജയിക്കുന്നത് ആരാണ്? മാർക്ക്, അത് കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാനാവില്ല. പീക്ക് നമ്പർ 1 മിക്കവാറും മുന്നിലെത്താറുണ്ട്. അല്ല പീക്ക് മാസ്റ്ററെ, നമ്പർ 1 പീക്ക് മത്സരിക്കുമോ? മാർക്ക്, അതാ ഞാൻ പറഞ്ഞത്, 8 പീക്കുകാർ മത്സരിക്കും. 8 പീക്കിൽ നിന്നായി 8 ആളുകളെ മത്സരിക്കുക. പീക്ക് മാസ്റ്റർ, ബാക്കി മറ്റ് പീക്കുകൾ ആരൊക്കെയാണ് മത്സരിക്കുക? മാർക്ക്, അത് മാത്രം പറയത്തില്ല, അത് രഹസ്യമായിരിക്കും. ഇവിടെ ഡീമൺ സ്ലെയിങ് പീക്കിന് വേണ്ടി മത്സരിക്കുന്നത് നീ ആണെന്നുള്ള കാര്യം ഞങ്ങൾ ആരോടും പറയില്ല. അതുപോലെ തന്നെയാണ് മറ്റ് പീക്കുകാർ. നേരത്തെ അറിഞ്ഞാൽ എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഓരോരുത്തരും തയ്യാറെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് ആളുടെ പേര് രഹസ്യമായി വെക്കുന്നത്. പീക്ക് മാസ്റ്റർ കാര്യങ്ങൾ വിശദീകരിച്ചതും മാർക്കിന്റെ ഗുഹയിലെത്തി. അവിടെ ആ സമയത്തും ശരിക്കും ഒരു യുദ്ധം നടക്കുകയാണ്. ജൂവും ആ ഭക്ഷണവും തമ്മിലുള്ള യുദ്ധം. ചാങ്മാങ് ആ യുദ്ധത്തിൽ നിന്ന് ഏതാണ്ട് സ്വമേധയാ പിന്മാറിയിരിക്കുകയാണ്. ചാങ്മാങ് മാർക്കിനെ കേട്ടതും മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ഞാൻ തോറ്റു. ഭക്ഷണം കഴിക്കുന്ന കേസിൽ ജൂവിനോട് മത്സരിച്ച് ജയിക്കാനാവില്ല എന്ന് ചാങ്മാങ്ങിന് മനസ്സിലായി എന്നാണ് ചാങ്മാങ് മാർക്കിനോട് പറയുന്നത്. 2 ദിവസം അതിവേഗം കടന്നുപോയി.
പിറ്റേ ദിവസമാണ് മത്സരം. വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയായപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ജൂ മാർക്കിനോട് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജൂ എന്താ മനസ്സിലായെന്ന്? മാർക്ക്, ആ പർപ്പിൾ ക്ലൗഡ് പേളില്ലേ, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ജൂവിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് മാർക്കിന് എമിലി ബ്ലാക്ക് കൊടുത്ത ആ പർപ്പിൾ ക്ലൗഡ് പേള് വഴിയാണ്. ആ പേള് ശരിക്കും ഒരു സെയിന്റ് വെപ്പണിന്റെ മുകളിൽ നിൽക്കുന്ന കപ്പാസിറ്റി ഉള്ളതാണ്. എങ്ങനെയാണ് ആ പേളിന്റെ പൂർണ്ണ ശക്തി ഉപയോഗിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ജൂവിന് പെട്ടെന്ന് കിട്ടുകയാണ്. മാർക്കിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ജൂ പെട്ടെന്ന് സംഭാഷണം മതിയാക്കി, ഭക്ഷണം മതിയാക്കി. അവര് ഒന്ന് വായൊക്കെ തുടച്ചതിന് ശേഷം ആ ഗുഹയുടെ പുറകിലേക്ക് നടന്ന് അവിടെ ചമ്രം പടിഞ്ഞ് ഇരുന്നു തുടങ്ങി. മാർക്കും ചാങ്മാങ്ങും കൗതുകത്തോടെ ജൂവിനെ നോക്കുമ്പോൾ ചമ്രം പടിഞ്ഞിരുന്ന ജൂവിന്റെ ദേഹത്തു നിന്ന് പതുക്കെ പതുക്കെ ഒരു രശ്മി പുറത്തേക്ക് വരികയാണ്. അതെ, പർപ്പിൾ നിറത്തിലുള്ള ഒരു രശ്മി. ആ പർപ്പിൾ കളറ് പെട്ടെന്ന് അവരുടെ ബോഡി മുഴുവൻ അങ്ങ് വ്യാപിച്ചു. ആ ബോഡി മുഴുവൻ വ്യാപിച്ച പർപ്പിൾ കളർ സാവധാനം ആ ഗുഹയ്ക്കുള്ളിൽ അങ്ങ് പരന്നു തുടങ്ങിയാണ്. ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയപ്പോഴേക്കും ആ ഗുഹ പൂർണ്ണമായും പർപ്പിൾ നിറത്തിലായി. ആ ഗുഹ പർപ്പിൾ നിറത്തിലാകുമ്പോൾ ജൂ കണ്ണടച്ചിരിക്കുകയാണ്. ജൂനെ തന്നെ നോക്കി മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും അവിടെ ഗുഹയുടെ വാതിൽക്കലിരുന്നു. ജൂ ആ പർപ്പിൾ ക്ലൗഡ് പേള് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ അങ്ങനെ ധ്യാനത്തിലേക്ക് മടങ്ങിയത്. ജൂവിന്റെ ഇടത് കൈയിലേക്ക് നോക്കിയ മാർക്ക് കൗതുകത്തോടെ ചാങ്മാങ്ങിനോട് പറഞ്ഞു, ചാങ്മാങ്, ജൂവിന്റെ കൈ വളരുന്നുണ്ടല്ലേ? അതെ അതെ, ഞാനും ശ്രദ്ധിച്ചായിരുന്നു. മുട്ടിന് മുകളിൽ വെച്ചാണ് ജൂവിന്റെ ഇടത് കൈ മുറിക്കപ്പെട്ടത്. ആ കൈ പതുക്കെ പതുക്കെ വളർന്നു തുടങ്ങിയാണ്. ജൂവിനെ അറുത്തിട്ടാലും ജൂവിന്റെ ബോഡി വീണ്ടും റീജനറേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. പിറ്റേന്ന് നേരെ പുലർന്ന് ഏകദേശം ഒരു 8 മണിയായപ്പോൾ പീക്ക് മാസ്റ്റർ ആ ഗുഹയിലേക്ക് എത്തി. ആ ഗുഹയുടെ മുന്നിൽ വന്ന പീക്ക് മാസ്റ്റർ അമ്പരപ്പോട് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ ഇത്? അകത്തുള്ള ആ പർപ്പിൾ കളർ കണ്ടിട്ടാണ് പീക്ക് മാസ്റ്റർ അങ്ങനെ ചോദിച്ചത്. മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, ജൂ സെക്ലൂഷനിലാണ്. മാർക്ക് പറഞ്ഞത് കേട്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. പീക്ക് മാസ്റ്റർ അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം മാർക്ക് ഫെല്ലറെ അറിയിച്ചതും മാർക്ക് ചാങ്മാങ്ങിനോട് പറഞ്ഞു, ചാങ്, നീ എന്നോടൊപ്പം വരണ്ട. ഇവിടെ ജൂന് ആരെങ്കിലും കാവൽ വേണമല്ലോ. ചാങ്മാങ്ങിന് മാർക്കിനൊപ്പം പോകണമെന്നുണ്ട്. മാർക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതും വിജയിക്കുന്നതും കാണാൻ ഏറെ ആഗ്രഹമുള്ള ആള് ചാങ്മാങ് ആണ്. പക്ഷെ ചാങ്മാങ്ങിന് ഇപ്പോ ആ സന്ദർഭത്തിന്റെ ഗൗരവം അറിയാം. ജൂവിനെ നോക്കാനായി ആരെങ്കിലും അവിടെ വേണം. ചാങ്മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഇവിടെ ഇരിക്കാം. മാർക്കും പീക്ക് മാസ്റ്ററും കൂടി ഡീമൺ സ്ലെയിൻ പീക്കിന്റെ താഴെ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ അവിടെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. സോങ് ബൈ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നമ്മൾ ഏത് പൊസിഷനിലായിരിക്കും എത്തുക? ഹേയ് സോങ് ബൈ, സംശയിക്കാൻ എന്തിരിക്കുന്നു, 1-ാം നമ്പറിലെത്തും, ഫസ്റ്റ് പൊസിഷൻ. അത് കേട്ടതും മാർക്കിന്റെ ആ പറച്ചിൽ കേട്ടതും എല്ലാവരും ചിരിച്ചു. ശരിക്കും സന്തോഷത്തോടുകൂടി ആ ടീം മുന്നോട്ട് നടക്കുമ്പോൾ പീക്ക് മാസ്റ്റർ പല കാര്യങ്ങളും മാർക്കിനോട് പറഞ്ഞു തുടങ്ങി. മാർക്ക്, നമ്മുടെ ഇവിടെ 8 പീക്കുകളാണ് ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. 8 പീക്കുകളിൽ നിന്നും ഓരോ ആൾ വീതമാണ് മത്സരിക്കാൻ എത്തുക. ആ മത്സരിക്കാൻ എത്തുന്ന ആളിൽ ആരാണ് നമ്മുടെ എതിരാളി എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ല. അവിടെ എത്തുമ്പോൾ ആളെ തീരുമാനിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മാർക്ക്, പിന്നൊരു കാര്യം, ഈ മത്സരം കാണാൻ ഒരുപാട് ആളുകൾ വരും. പീക്ക് മാസ്റ്റർ, ആരൊക്കെയാ വരുന്നത്? നമ്മുടെ തണ്ടർ കോർട്ട്യാർഡിലെ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഫൈറ്റ് കാണാൻ വരുന്ന ആളുകൾ എല്ലാ മേഖലയിൽ നിന്നുമുണ്ട്. സെന്റർ പ്ലെയിനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ഉറപ്പായും വരും. മാർക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് ഇത് അദ്ദേഹം പറയുന്നത്. ബ്ലാക്ക് കുടുംബവും സി കുടുംബവും ഗു കുടുംബവും ഒക്കെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അവിടെ നിന്നൊക്കെ ആളുകൾ എത്തുമെന്ന് കേട്ടപ്പോൾ മാർക്കിന് ശരിക്കൊരു ബുദ്ധിമുട്ട്. എമിലി ബ്ലാക്കുമായി കണ്ട് മാർക്ക് പിരിയുന്ന സമയത്ത് എമിലി ബ്ലാക്ക് മാർക്കിനോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. പാത്ത് ഓഫ് ഹെവൻ വരുന്നത് വരെ മാർക്ക് ഫെല്ലർ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യണമെന്നാണ് എമിലി ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞത്. ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ മാർക്ക് കഴിയണം, അതാണ് എമിലി ബ്ലാക്ക് ഉദ്ദേശിച്ചത്. സെന്റർ പ്ലെയിനിലെ സി കുടുംബത്തിലെ സി ഷൈന്റെ ബോഡി കയോട്ടിക്കാണ്, മാർക്കിന്റെ ബോഡി കയോട്ടിക്കാണ്. കയോട്ടിക് ബോഡിക്കാരനായ ഒരു എതിരാളി ഉണ്ടെന്നുള്ള കാര്യം ഷൈൻ അറിഞ്ഞാൽ ഷൈൻ ചിലപ്പോൾ മാർക്കിനെ വകവരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാർക്കിന്റെ ബോഡി കയോട്ടിക്കാണെന്നുള്ള കാര്യം ഒരാളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി മാർക്ക് ഒരു ലോ പ്രൊഫൈലിൽ മുന്നോട്ട് പോകണമെന്നാണ് എമിലി ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോ ഇവിടെ ഈ മത്സരം നടക്കുന്ന സ്ഥലത്ത് സകല കുടുംബങ്ങളും എത്തുമ്പോൾ 1-ാം സ്ഥാനത്തിന് വേണ്ടി മാർക്ക് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ബോഡി കയോട്ടിക്കാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ആളുകളും അവിടെ കാണും. അത് മാർക്കിന്റെ ആ ലോ പ്രൊഫൈൽ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. മാർക്ക് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ ടീമിനൊപ്പം 1-ാം നമ്പർ പീക്കിലേക്ക് നടക്കുമ്പോൾ സെൻട്രൽ പ്ലെയിനിൽ മലയുടെ മുകളിൽ കൾട്ടിവേഷനിൽ ഇരിക്കുകയാണ്
സാക്ഷൽ എമിലി ബ്ലാക്ക്. സുന്ദരിയായ എമിലി ബ്ലാക്കിന്റെ അടുത്തേക്ക് ആ നിമിഷത്തിലാണ് ഒരാൾ നടന്നു വന്നത്. വന്ന ആള് എമിലിയുടെ അടുത്ത് എത്തിയതും എമിലിയോട് പറഞ്ഞു, എമിലി, മാർക്ക് ഫെല്ലർ സെൻട്രൽ പ്ലെയിനിലേക്ക് വീണ്ടും വന്നു. മാർക്ക് ഫെല്ലർ എന്നും സെൻട്രൽ പ്ലെയിൻ എന്ന് കേട്ടതും എമിലി പെട്ടെന്ന് കണ്ണു തുറന്ന് തിരിഞ്ഞ് ആ ആഗതനെ നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ എന്താ പറഞ്ഞ? മാർക്ക് സെൻട്രൽ പ്ലെയിനിലേക്ക് വന്നു? എപ്പോ? എങ്ങനെ? എവിടെയാ മാർക്ക് ഉള്ളത്? ഹേ എമിലി, നീ ഒന്ന് അടങ്ങ്. മാർക്ക് സെൻട്രൽ പ്ലെയിനിൽ വന്നിട്ട് മടങ്ങിപ്പോയിരുന്നു. അതെ, മാർക്ക് തണ്ടർ കോർട്ട്യാർഡിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അങ്കിൾ എന്തായി പറയുന്നത്? മാർക്ക് എന്തിനാ ഈ സെൻട്രൽ പ്ലെയിനിൽ വന്നത്? എമിലി, നീ പറഞ്ഞതുപോലെ മാർക്ക് ലോ പ്രൊഫൈല് കീപ്പ് ചെയ്യുന്നില്ല. അവനിപ്പോ ശരിക്കും ഹൈ പ്രൊഫൈൽ ലൈഫിലാണ്. ഹൈ പ്രൊഫൈൽ ലൈഫിലെന്നും മാർക്കിനെ എല്ലാവരും അറിഞ്ഞു. എമിലി, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നീ ടോം കുടുംബത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ സെൻട്രൽ പ്ലെയിനിൽ ഒരുപാട് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുണ്ട്. 1000-ഓളം വർഷത്തെ പഴക്കമുള്ള ടോം കുടുംബത്തെ കുറിച്ച് ചെറുതായിട്ടൊക്കെ എമിലി ബ്ലാക്കിനെ അറിയാം. എമിലി അങ്കിളിനോട് ചോദിച്ചു, അങ്കിൾ ടോം കുടുംബത്തെ എന്തു പറ്റി? അങ്കിൾ, ഞാൻ കേട്ടിട്ടുണ്ട്, ടോം കുടുംബം അറിയപ്പെടുന്ന കുടുംബമാണല്ലോ. എമിലി, ആ ടോം കുടുംബത്തെ മാർക്ക് ഫെല്ലർ അവസാനിപ്പിച്ചു. അവളുടെ അങ്കിൾ അങ്ങനെ പറഞ്ഞതും എമിലി ചാടി എണീറ്റ് പോവുകയാണ്. അവൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്കിൾ എന്താ പറഞ്ഞേ? മാർക്ക് ടോം കുടുംബത്തെ ഇല്ലാതാക്കുന്നു? അതെ എമിലി, മാർക്ക് ആ ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകളുമായി ടോം കുടുംബത്തിലെത്തി അവരെ പൂർണ്ണമായും തുടച്ചു നീക്കി. അവരുടെ സകല ഡിഫൻസും മാർക്ക് പൊളിച്ചടുക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്കിൾ എമിലി ബ്ലാക്കിനെ ബോധ്യപ്പെടുത്തി. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും എമിലിക്ക് ഭയങ്കര അതിശയം. മാർക്ക് ശരിക്കും ശക്തി നേടിയിരിക്കുകയാണ്. അതെന്തായാലും നന്നായി. മാർക്ക് ഫെല്ലർ റിവേഴ്ഷൻ ഓയിഡ് സ്റ്റേജിലേക്ക് കടന്നിട്ടില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം മാർക്കിനെ കണ്ടപ്പോൾ എമിലിക്ക് അറിയാവുന്നതാണ്. മാർക്ക് അവിടെ ആ ടോം കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ അവിടെ ഒരുപാട് റിവേഴ്ഷൻ ഓയിഡ് സ്റ്റേജുകാരുണ്ടെന്നുള്ള കാര്യം എമിലിക്ക് അറിയാം. റിവേഴ്ഷൻ ഓയിഡ് സ്റ്റേജുകാരിൽ പല ഘട്ടങ്ങളിലുള്ള ആളുകളുണ്ട്. ആ എല്ലാ ഘട്ടത്തിലുള്ള ആളുകളെയും തോൽപ്പിക്കാനുള്ള പവർ മാർക്ക് നേടിയെങ്കിൽ അതൊരു വല്ലാത്ത വളർച്ചയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എമിലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി അങ്ങനെ വിരിഞ്ഞു വരികയാണ്. അത് കണ്ടതും അങ്കിൾ എമിലിയോട് പറഞ്ഞു, എമിലി, അവൻ എന്തിനാ ടോം കുടുംബത്തെ ആക്രമിച്ചതെന്ന് അറിയാവോ? എന്തിനാങ്കിൽ അവൻ ഏതോ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് അവിടെ ചെന്നു എന്നാണ് ഞാൻ കേട്ടത്. സ്ത്രീയെ രക്ഷിക്കാനോ? അങ്കിൾ എന്താ പറഞ്ഞു വരുന്നത്? എമിലി, അവന് നിന്നെ കൂടാതെ വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എമിലിയുടെ ആ അങ്കിൾ അങ്ങനെ പറഞ്ഞപ്പോ എമിലി ഒന്ന് പുഞ്ചിരിച്ചു. അങ്കിൾ, മാർക്കിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആയിരിക്കും ആ സ്ത്രീ. എമിലി, നീ അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞുകളയരുത്. മാർക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളല്ലേ, അപ്പോ സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടാക്കും. അങ്കിൾ പറയുന്നതിൽ ഒരു വാസ്തവവിരുദ്ധതയുണ്ട്. മാർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്നെ മാർക്കിന് ഇഷ്ടമായത് കൊണ്ട് മാർക്ക് അത് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. മാർക്കിന്റെ ക്യാരക്ടർ അതാണ്. മാർക്ക് അങ്കിൾ ഈ പറയുന്നത് പോലെ ഒരു കാരണവശാലും പെരുമാറില്ല. എമിലി ബ്ലാക്കിന് മാർക്കിനെ പരിചയമായിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. പരിചയപ്പെട്ട ആ നിമിഷം മുതൽ ഇതുവരെയുള്ള എമിലിയും മാർക്കും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാർക്കിനെ കുറിച്ച് എമിലി മനസ്സിലാക്കിയ കാര്യമാണ് എമിലി ബ്ലാക്ക് അവളുടെ അങ്കിളിനോട് പറഞ്ഞത്. മാർക്ക് ഒരു കാരണവശാലും അങ്കിൾ ആരോപിക്കുന്ന ശൈലിയിൽ പെരുമാറില്ല. അത് കേട്ടപ്പോൾ ആ അങ്കിളിന്റെ മനസ്സിൽ ഒരു ആശ്വാസമായി. എമിലിക്ക് ത്രട്ടാകും എന്ന് തോന്നുകയാണെങ്കിൽ ജൂനെ ഇല്ലാതാക്കാൻ അദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിച്ചപ്പോഴാണ് എമിലി ബ്ലാക്ക് ഈ അഭിപ്രായം പറഞ്ഞത്. ഈ സംഭാഷണം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ സെൻട്രൽ പ്ലെയിനിൽ പല ഭാഗത്തും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ടോം കുടുംബം ഒരുപാട് നാളത്തെ അടിസ്ഥാനമുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബമാണ് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. ട്രൂ സെയിന്റ് വെപ്പണും സെമി സെയിന്റും അതുപോലെ അവരുടെ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും റിവേഴ്ഷൻ ഓയിഡ് സ്റ്റേജിലെ ഒരുപാട് കൾട്ടിവേറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന ആ ടോം കുടുംബത്തെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ മാർക്ക് ഫെല്ലറുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത ചർച്ചയായി മാറുകയാണ്. പതുക്കെ ആളുകളുടെ മനസ്സിൽ മാർക്ക് ഫെല്ലർ എന്ന പേര് പതിഞ്ഞു. മാർക്ക് ഫെല്ലറെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് പോലും മാർക്ക് ഫെല്ലർ എന്ന പേര് പരിചയമായി തുടങ്ങുമ്പോഴാണ് മാർക്ക് പീക്ക് മാസ്റ്റർക്കൊപ്പം ആ 1-ാം നമ്പർ പീക്കിലേക്ക് നടക്കുന്നത്. 1-ാം നമ്പർ പീക്കിലെത്തി അവിടെ നിന്ന് മത്സരം നടക്കുന്ന വെന്യൂവിൽ അവരെത്തുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു വിഷ്വലാണ് അവർ കാണുന്നത്. ഒരു മിസ്റ്റിക് വേൾഡ് തന്നെയാണ് മത്സരത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന ഒരു വെന്യൂ ആണ് മത്സരത്തിന്റെ വെന്യൂ. ആ വെന്യൂവിന് ചുറ്റുമായി ഇരിക്കാനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള അതിമനോഹരമായ സീനറിയുള്ള ഒരു സ്ഥലമാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഒഴുകുന്ന പുഴകളും ചെറിയ തടാകങ്ങൾ വരെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ചുറ്റുമായി ഒരു ബൗണ്ടറി ഉണ്ട്. ആ ഭാഗം പൂർണ്ണമായും ഒരു മിസ്റ്റിക് വേൾഡാണ്. മാർക്ക് അമ്പരപ്പോടെ അവിടെ നോക്കുന്ന കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതൊക്കെ ഡീൻ ലീ നിർമ്മിച്ചതാണ്.
ആ മിസ്റ്റിക് വേൾഡ് നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഒരു സാധാരണ വ്യക്തിക്ക് ലഭ്യമാകത്തില്ല. ഡീനിലേക്ക് അതിന് കഴിയുമെങ്കിൽ ഡീനിയുടെ പവർ എന്തായിരിക്കുമെന്ന് ഊഹിക്കാനേ പറ്റൂ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ വെന്യൂവിലേക്ക് കടക്കുമ്പോഴാണ് കുറച്ച് ആളുകൾ അവിടേക്ക് വന്നത്. 4 നമ്പർ പീക്കിലെ ആളുകളാണ് ആ ഭാഗത്തേക്ക് വന്നത്. അവരുടെ മുന്നിലുള്ള ചെറുപ്പക്കാരൻ നടന്ന് ജൂലിയന്റെ അടുത്തെത്തി. ജൂലിയൻ, സോറി കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം നിന്നെ തോൽപ്പിക്കേണ്ടി വന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ ജൂലിയൻ ആ കക്ഷിയോട് തോറ്റുവെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. ജൂലിയൻ, ഈ പ്രാവശ്യം നീ ശരിക്കും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അതിന് മറുപടി പറഞ്ഞത് മാർക്ക് ഫെല്ലറാണ്. സുഹൃത്തെ, ഈ പ്രാവശ്യം ജൂലിയൻ അല്ല മത്സരിക്കുന്നത്, ഞാനാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും അവൻ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതെന്താ നിന്നെ ഇറക്കിയിരിക്കുന്നത്? ജൂലിയന് പേടിയാണോ എന്നെ നേരിടാൻ? അതുകൊണ്ടൊന്നും അല്ല. ഇപ്രാവശ്യം ജൂലിയനുമായി മത്സരിക്കത്തക്ക കപ്പാസിറ്റി ഉള്ള ആരും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിവ് കിട്ടിയത് കൊണ്ടാ ജൂലിയൻ ഞങ്ങളെ പോലുള്ള ജൂനിയേഴ്സിനെ ഈ കോമ്പറ്റീഷൻ ഇറക്കിയത്. മാർക്കിന്റെ ആ അടിപൊളി ഡയലോഗ് കേട്ട ജൂലിയന്റെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരി വരികയാണ്. മാർക്ക് പറഞ്ഞ മറുപടി കേട്ടതും ആ ചെറുപ്പക്കാരൻ കൂടുതലൊന്നും പറയാതെ ആ മത്സരം നടക്കുന്ന വെന്യൂവിന് നടന്നു. അവൻ ആ വെന്യൂവിന് നേരെ നടക്കുന്ന കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനാണ് നാങ്കോങ്. അവൻ ആ 4th പീക്കിലെ ഏറ്റവും ശക്തനാണ്. കഴിഞ്ഞ തവണ ജൂലിയൻ അവനോട് തോറ്റായിരുന്നു. ജൂലിയനും അവനും തമ്മിൽ പരസ്പരം മത്സരിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അനവധി തവണ ജൂലിയൻ അവനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അവനും അതുപോലെ ജൂലിയനെയും. കാലങ്ങൾ എല്ലാ വർഷവും നടക്കുന്ന മത്സരമായതുകൊണ്ട് ഈ കോമ്പറ്റീഷൻ അങ്ങനെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതാത് പീക്കിലെ റെപ്രസെന്റേറ്റീവ് എത്തുന്ന ജൂലിയനും നാങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. ജൂലിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവനെ നീ നോക്കി വെച്ചേക്കണം. അത് കേട്ടതും മാർക്ക് ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, അവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. മാർക്ക്, നീ അവനെ തോൽപ്പിക്കാതെ എൻ്റെ അടുത്ത് വരരുത്. അവനെ വെറുതെ വിടാൻ പാടില്ല. ശരിക്കും സൗഹൃദ സംഭാഷണം അങ്ങനെ നടക്കുമ്പോൾ കുറേ യുവതികൾ അങ്ങോട്ട് വരുന്നത് മാർക്കിന്റെയും കൂടുള്ള ആളുകളുടെ ശ്രദ്ധയപ്പെട്ടു. മാർക്കിന് ശരിക്കും ഒരു അതിശയമാണ് ആ യുവതികളെ കണ്ടപ്പോൾ തോന്നിയത്. ഒരു പീക്കിൽ നിന്നുള്ള ആളുകൾ എല്ലാ സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ ഏറ്റവും മുന്നിൽ ലേശ പ്രായമുള്ള ഒരു സ്ത്രീയാണ് നടക്കുന്നത്. അവർ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞിട്ടുണ്ട്. നല്ല കരുത്തുറ്റ ബോഡിയുള്ള അനവധി ചെറുപ്പക്കാരികൾ മാർച്ച് പാസ്റ്റ് എന്ന പോലെ നടന്നു വരുമ്പോൾ അവരുടെ മുന്നിൽ നടക്കുന്ന ആ സ്ത്രീ കുനിഞ്ഞിട്ട് നടക്കുമ്പോൾ അതൊരു അഭംഗിയായി മാർക്കിന് തോന്നി. മാർക്ക് കൗതുകത്തോടെ ആ സ്ത്രീയെ നോക്കുന്ന കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ മുന്നിൽ നടക്കുന്ന ആള് നോക്കി മനസ്സിൽ ഒന്നും തീരുമാനിക്കണ്ട. അത് ഫ്ലവർ ഗ്രാനിയാണ്. ഫ്ലവർ ഗ്രാനിയോ? അതെ മാർക്ക്, അവർക്ക് ഒരുപാട് പ്രായമുണ്ട്, അതുകൊണ്ട് അവരെ ഗ്രാനി എന്ന് വിളിക്കുക. ഫ്ലവർ പീക്കിന്റെ പീക്ക് മാസ്റ്റർ ആണ് ഫ്ലവർ ഗ്രാനി. അവര് നീ വിചാരിക്കും പോലെ അല്ല, ആള് ശരിക്കും ശക്തിയാണ്. അങ്ങനെ പീക്ക് മാസ്റ്റർ പറഞ്ഞപ്പോഴാണ് മാർക്കിന്റെ ശ്രദ്ധ ആ ഫ്ലവർ ഗ്രൂപ്പിൽ ഫ്ലവർ ഗ്രാനിയുടെ തൊട്ട് പുറകെ നടക്കുന്ന സുന്ദരിയായ ആ യുവതി പതിയുന്നത്. ആ സുന്ദരിയെ കണ്ടതും മാർക്ക് പെട്ടെന്ന് ഓടി ആ ഗ്രൂപ്പിന്റെ മുന്നിലെത്തി. വാനില, അങ്ങനെ വിളിച്ചുകൊണ്ട് മാർക്ക് ആ യുവതിയുടെ മുന്നിലെത്തിയതും ആ യുവതി മാർക്കിനോട് മറുപടി പറയാനായിട്ട് വാ തുറന്ന നിമിഷത്തിൽ അവളുടെ കണ്ണുകൾ മുന്നിൽ നിൽക്കുന്ന ഫ്ലവർ ഗ്രാനിയിൽ പതിഞ്ഞു. മാർക്കിനും അപ്പോഴാണ് താൻ ആ ആൾക്കൂട്ടത്തിൽ ഇടിച്ചു കയറി സംസാരിച്ചത് ശരിയല്ലാന്ന് തോന്നിയത്. മാർക്ക് തിരിഞ്ഞ് ഫ്ലവർ ഗ്രാനിയെ വണങ്ങി. ഗ്രീറ്റിംഗ്സ് ഫ്ലവർ ഗ്രാനി. മാർക്ക് അങ്ങനെ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ മാർക്കിനെ തന്നെ ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. ശരിക്കും അവരുടെ കണ്ണുകൾ മാർക്കിൽ അങ്ങനെ തറച്ചു നിൽക്കുകയാണ്. മാർക്കിനെ അവരിങ്ങനെ തറപ്പിച്ച് നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്കുള്ളിൽ ഒരു സങ്കടം നിഴലിക്കുന്നത് പോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. മാർക്കിന് ഒരു പിടിയും കിട്ടുന്നില്ല. മാർക്ക് ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, ഫ്ലവർ ഗ്രാനി. മാർക്ക് രണ്ടാമതും ഫ്ലവർ ഗ്രാനി എന്ന് വിളിച്ചതും അവർ പെട്ടെന്ന് ബോധത്തിലേക്ക് മടങ്ങി വന്നതുപോലെ മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, കയോട്ടിക് ബോഡി കൊള്ളാം. അല്ല ഫ്ലവർ ഗ്രാനി, എന്താ എന്നെ തന്നെ അങ്ങനെ നോക്കി നിന്നത്? എന്താ അതിന്റെ പേര്? എന്റെ പേര് മാർക്ക് ഫെല്ലർ എന്നാണ്. മാർക്ക്, എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു ഛായ നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നോക്കി നിന്നത്. സാരമില്ല, നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾ സംസാരിക്കും. ഫ്ലവർ ഗ്രാനി വാനിലേക്ക് സമ്മതം കൊടുത്തതും വാനില മാർക്കിനൊപ്പം അല്പം ദൂരേക്ക് മാറി. അല്പം ദൂരേക്ക് അവർ രണ്ടുപേരും മാറി നിന്നതും മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ഫ്ലവർ ഗ്രാനിയുടെ കണ്ണുകൾ മാർക്കിൽ തന്നെ പതിഞ്ഞിരിക്കുകയാണ്. ഒരാള് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥ ഫീൽ ചെയ്യുമല്ലോ. അതേ അസ്വസ്ഥത മാർക്കിനും തോന്നി. മാർക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന വാനിലയോട് ചോദിച്ചു, വാനില, ഈ ഫ്ലവർ ഗ്രാനി ആള് കുഴപ്പക്കാരിയാണല്ലേ? മാർക്ക്, അങ്ങനെ പറയാതെ, ഈ ഫ്ലവർ ഗ്രാനി ആള് ശരിക്കും ശക്തിയാണ്, അവരു നല്ല സ്ത്രീയാണ്, എന്നെ വലിയ കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീയാണോ ഫ്ലവർ പീക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതെ മാർക്ക്, ഞാനാ. വാനില, അതിപ്പോ പ്രശ്നമാവുമല്ലോ.
മാർക്ക്, നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ. അല്ല വാനില, ഞാൻ ഇപ്രാവശ്യം ഫസ്റ്റ് നേടുന്നു എഴുതിയിട്ടാ വന്നത്. അത് കേട്ടതും വാനില അറിയാതെ ചിരിച്ചു പോവാണ്. ഏയ് മാർക്ക്, നിന്റെ ആഗ്രഹം കൊള്ളാമല്ലോ. ഏയ് വാനില, ഇപ്രാവശ്യം ഫസ്റ്റ് ഡീമൺ സ്ലെയിം പീക്കിന് വേണ്ടി നേടണമെന്ന് എഴുതിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നീ ഉള്ള സ്ഥിതിക്ക് ഞാനിപ്പോ എങ്ങനെ മത്സരിക്കുക? നിന്നോട് മത്സരിക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഏയ് മാർക്ക്, അങ്ങനെയൊന്നും പറയാതെ. മത്സരത്തിൽ സൗഹൃദം നോക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, മാർക്കുമായി ഒന്ന് മത്സരിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അവരങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഫ്ലോർ ഗ്രാനി കൈ ഉയർത്തിയത് വാനില കണ്ടു. വാനില മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ സമയം കിട്ടുമ്പോൾ ഡീമൺ സ്ലെയിം പീക്കിലേക്ക് വരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഓടി ഫ്ലോർ ഗ്രാനിയുടെ അടുത്തെത്തി. മാർക്ക് പീക്ക് മാസ്റ്ററും ജൂലിയനുള്ള ഭാഗത്തേക്ക് വന്നു. ജൂലിയന്റെയും പീക്ക് മാസ്റ്ററുടെ അടുത്തെത്തിയ മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, ഈ ഫ്ലോർ ഗ്രാനി ശരിക്കും ശക്തിയാണെന്നാണ് വാനില പറഞ്ഞത്. വാനിലയെ മാർക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴേ പീക്ക് മാസ്റ്റർക്കും ജൂലിയനും തോന്നി. അതുകൊണ്ട് തന്നെ വാനിലയെ കുറിച്ച് അവർ രണ്ടുപേരും മാർക്കിനോട് ഒന്നും ചോദിച്ചതുമില്ല. പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഗ്രാനി യഥാർത്ഥത്തിൽ നമ്മുടെ ഡി ലിയേക്കാൾ പ്രായമുള്ള ആളാണ്. അവര് പണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ആളിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തതുകൊണ്ടാണ് അവരുടെ വളർച്ച മുരടിച്ചു പോയത്. പീക്ക് മാസ്റ്റർ എന്താ പറയുന്നത്? മാർക്ക്, പണ്ട് അവർക്ക് ആരെയും ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടപ്പെട്ട ആളിനും ഇവരും ഒരുമിച്ച് ട്രിബുലേഷന് റെഡിയായതാണ്. ആ ഇഷ്ടപ്പെട്ട ആള് ട്രിബുലേഷന് വിധേയമാകാൻ വേണ്ടി ഗ്രാനി ഒന്ന് പിന്മാറിപ്പോയി. അത് അവർക്ക് വലിയ നഷ്ടമായിരുന്നു. അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവരെന്നെ ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടന്നിനെ. റിവേഷൻ ഓയിൽ സ്റ്റേജിൽ നിന്ന് സെമി സെയിന്റ് വഴി കടക്കുന്നത് ട്രൂ സെയിന്റിലേക്കാണ്. ട്രൂ സെയിന്റ് കഴിഞ്ഞാൽ ട്രിബുലേഷൻ സ്റ്റേജുകളായി. ആ ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടക്കാനുള്ള ഒരു അവസരം ഫ്ലവർ ഗ്രാനിക്ക് ഉണ്ടായിരുന്നുവെന്നും അവരത് അവരുടെ ഇഷ്ടപ്പെട്ട ആളിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തുവെന്നാണ് പീറ്റർ മാർക്കിനോട് പറഞ്ഞത്. പീറ്റർ അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്കിനോട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. എന്തായാലും അത് വലിയ കഷ്ടമായി പോയി. ഏയ് പീക്ക് മാസ്റ്റർ, അങ്ങനെ പറയാതെ. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങൾ കാണില്ലേ? മാർക്ക് അത് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മാർക്കും എമിലി ബ്ലാക്കും രണ്ടുപേരും മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. മാർക്ക് വേണ്ടി വന്നാൽ എമിലിക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കും. എമിലിയും അതുപോലെ തന്നെയാണ്. അവിടെ അവരെ കൂട്ടിച്ചേർക്കുന്നത് ഇഷ്ടമാണ്. അതുപോലെ ഫ്ലവർ ഗ്രാനിക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കാം. ആ ഇഷ്ടത്തെ അവരുടെ ആ കരിയർ ഗ്രോത്തിനേക്കാൾ അവര് മുന്നിൽ കണ്ടു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാർക്ക് പീറ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, ഒരാള് ചിലപ്പോൾ ഏറ്റവും വലുതായി കാണുന്നത് മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. കരിയർ ഗ്രോത്ത് ആവില്ല. അത് അവരുടെ മാത്രം തീരുമാനമല്ലേ. അങ്ങനെ മാർക്ക് പറഞ്ഞതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക്, ഞാൻ അതിൽ തർക്കിക്കുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പീക്ക് മാസ്റ്ററോട് മാർക്ക് അങ്ങനെ സംസാരിച്ചപ്പോഴാണ് മാർക്ക് മറ്റൊരു കാഴ്ച കണ്ടത്. ഫ്ലവർ ഗ്രാനി അവര് വന്ന ടീമിന്റെ അടുത്തുനിന്ന് നടന്ന് മുകളിൽ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. അതിവിശാലമായ ഒരു പവലിയനിലാണ് ഫ്ലവർ ഗ്രാനി വന്നിരുന്നത്. ഫ്ലവർ ഗ്രാനിയുടെ അടുത്തായി വേറെ ആളുകൾ ഇരിപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും അതിശക്തരാണ്. ആ ഇരിക്കുന്ന ആളുകളെ ചൂണ്ടി മാർക്ക് പീക്ക് മാസ്റ്ററോട് ചോദിച്ചു, പീക്ക് മാസ്റ്റർ, അതാരാ? മാർക്ക്, അത് ഓരോ പീക്കിലെയും പീക്ക് മാസ്റ്റേഴ്സ് ആണ്. ഏയ് പീക്ക് മാസ്റ്റർ, എന്നിട്ട് എന്താ അങ്ങ് അവിടെ പോയി ഇരിക്കാത്തത്? മാർക്ക്, അവിടെ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. പീക്ക് മാസ്റ്റർ എന്തായി പറയുന്നത്? അങ്ങേക്ക് എന്താ യോഗ്യത ഇല്ലാത്തത്? മാർക്ക്, അവരൊക്കെ അതിശക്തരാണ്. നമ്മുടെ ഡീമൺ സ്ലെയിം പീക്കിന് പറ്റിയ പീക്ക് മാസ്റ്റർ അന്ന് ഇല്ലാതിരുന്നുകൊണ്ട് എനിക്ക് താൽക്കാലിക ചുമതല പോലെ പീക്ക് മാസ്റ്റർ പദവി നൽകിയതാണ്. യഥാർത്ഥത്തിൽ പീക്ക് മാസ്റ്റർ ആകാനുള്ള ഒരു ശക്തിയൊന്നും എനിക്കില്ല. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ പീറ്റർ അവതരിപ്പിക്കുകയാണ്. മാർക്ക് പീക്ക് മാസ്റ്റർ പറഞ്ഞു കേട്ടതും ആ ഫ്ലവർ ഗ്രാനി ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന ആ പവലിയനിൽ അറിയാതെ നോക്കിപ്പോവുകയാണ്. ആ ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ എണീറ്റ് നിന്നു പോകും. അത്ര ശക്തരാണ് അവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് വേറെയും അനവധി ആളുകൾ മത്സരം നടക്കുന്ന വെന്യൂവിലേക്ക് വന്നു. ആ ആളുകളെ കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകളും വന്നിട്ടുണ്ട്. ആ 9 ഗ്രേറ്റ് ഫാമിലിയിലെ ആളുകളാണ് അവിടെ ആ വലതു ഭാഗത്ത് ഇരിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് അറിയാതെ ആ ഭാഗത്തേക്ക് നോക്കി പോവുകയാണ്. എമിലി ബ്ലാക്കോ ഷൈനോ വന്നിട്ടുണ്ടെന്ന് അറിയണമല്ലോ. പക്ഷെ അവിടെ അവരാരുമില്ല. മാർക്ക് അവിടേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഫാമിലികളിൽ നിന്ന് ഏറ്റവും സീനിയറായ മാർഷൽ ആർട്ടിസ്റ്റ് ആയിരിക്കും ഇവിടെ സാധാരണ എത്തുക. അവരുടെ കുടുംബത്തിന്റെ ഹെഡ് പലപ്പോഴും വരാറില്ല. ബ്ലാക്ക് കുടുംബത്തിൻ്റെയോ സി കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഗു കുടുംബത്തിൻ്റെയോ ഹെഡുകൾ അവിടേക്ക് വന്നിട്ടില്ല എന്ന് കേട്ടപ്പോൾ മാർക്കിന് ഒരു ആശ്വാസം. അതുപോലെ യങ്ങർ ജനറേഷൻ്റെ ആളുകൾ വന്നിട്ടില്ല. മാർക്കിന് പെട്ടെന്ന് എന്തോ സ്ട്രൈക്ക് ചെയ്തു. മാർക്ക് പീക്ക് മാസ്റ്റർ ചോദിച്ചു, അല്ല പീക്ക് മാസ്റ്റർ, ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടോ? മാർക്ക്, നീ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നത്? ഈ തണ്ടർ കോട്ടിയാണ് എല്ലാവർക്കും മുകളിലാണ്. ഹെവൻലി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിൽ
9 ഗ്രേറ്റസ്റ്റ് ഫാമിലീസ് എന്ന നിലയിൽ സി കുടുംബവും ബ്ലാക്ക് കുടുംബവും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുമൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് ആളുകളെ ഇവിടെ അയച്ച പഠിപ്പിക്കുന്നത്. സി കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവിടെ പഠിക്കാനുണ്ട്. അവൻ പീക്ക് നമ്പർ 1 ഉള്ളത്. പീക്ക് മാസ്റ്റർ അവനും മത്സരിക്കാനുണ്ടാവും. മാർക്ക് പിന്നെ അവൻ മത്സരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവനല്ലേ വിജയായത്. കഴിഞ്ഞ വർഷങ്ങളിലെ വിജയി സി കുടുംബത്തിലെ ഒരു കഥാപാത്രമാണെന്ന് കേട്ടപ്പോൾ മാർക്കിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. മാർക്കിനോട് എമിലി പറഞ്ഞിരിക്കുന്നത് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യാനാണ്. ഇവിടെ സി കുടുംബത്തിലെ ആളെ മാർക്ക് തോൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും സി കുടുംബത്തിലെ ആളുകൾ മാർക്കിനെ കാണുകയും നോട്ട് ചെയ്യുകയും ചെയ്യും. കയോട്ടിക് ബോഡിക്കാരനായ മാർക്ക് ആ നിമിഷത്തിൽ സി കുടുംബത്തിലെ കയോട്ടിക് ബോഡിക്കാരനായ ഷൈൻ്റെ ശ്രദ്ധയപ്പെടും. ഷൈൻ എതിരാളിയാകാൻ സാധ്യതയുള്ള മാർക്കിനെ ഒഴിവാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാർക്ക് ആകെ പെട്ടതുപോലെയായി. പീക്ക് മാസ്റ്ററോട് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാമെന്ന് മാർക്ക് ഉറപ്പു കൊടുത്തതാണ്. പക്ഷേ സി കുടുംബത്തിലെ ആ യോദ്ധാവിനെ മാർക്ക് പരിചയപ്പെടുത്തിയാൽ അത് മാർക്കിനിട്ട് പണിയാവുകയും ചെയ്യും. മാർക്ക് അങ്ങനെ കൺഫ്യൂഷനോട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അനവധി ആളുകളും അങ്ങോട്ടേക്ക് നടന്നു വന്നു. അവര് പീക്ക് നമ്പർ 1 ആളുകളാണെന്ന് അവരെ കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ മുന്നിൽ നടക്കുന്ന ചെറുപ്പക്കാരനെ ചൂണ്ടി പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, അതാണ് സി കുടുംബത്തിലെ ഷിയു. സി ഷിയു കഴിഞ്ഞ വർഷങ്ങളിലെ വിജയിയാണ്. സി ഷിയു എന്ന പേര് പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ സി ഷിയുവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാർക്ക് ഫെല്ലർ അയാളെ നോക്കുന്നുണ്ടതും സി ഷിയു മാർക്കും പീക്ക് മാസ്റ്റർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. ആ സമയത്ത് അവർക്കൊപ്പം ജൂലിനും ഉണ്ട്. ജൂലിനെ നോക്കിയാണ് സി ഷിയുവിന്റെ വരവ്. ജൂലിന്റെ അടുത്തെത്തിയ സി ഷിയു ജൂലിനോട് പറഞ്ഞു, ജൂലിയൻ, വീണ്ടും നമ്മൾ കണ്ടുമുട്ടി. നീ കുറെ കൂടി ശക്തി നേടിയിട്ടുണ്ടല്ലോ അല്ലേ? അതിന് മറുപടിയായി ജൂലിയൻ സി ഷിയുയോട് പറഞ്ഞു, ഹേയ് ഷിയു, ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കുന്നത് മാർക്കാണ്. മാർക്കാണെന്ന് പറഞ്ഞിട്ട് അയാൾ മാർക്കിനെ ചൂണ്ടിക്കാണിച്ചതും ഷിയു മാർക്കിനെ കണ്ടു. മാർക്കിനെ ഒന്ന് നോക്കിയ ഷിയു കൗതുകത്തോടെ മാർക്കിനെ ഒന്നുകൂടി സ്കാൻ ചെയ്യുകയാണ്. അയാൾ പെട്ടെന്ന് നടന്ന് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. കയോട്ടിക് ബോഡി, കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു കയോട്ടിക് ബോഡിയെ ഉള്ളെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഷിയു പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഷിയുനോട് പറഞ്ഞു, അതെ, ഞാനും അതാ കരുതിയത്. ഞാൻ കരുതിയത് ഞാൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഏക കയോട്ടിക് ബോഡി എന്നാണ്. ഇപ്പോഴാ ഞാനും അറിഞ്ഞത് നിന്റെ കുടുംബത്തിലും ഒരു കയോട്ടിക് ബോഡിക്കാരൻ ഉണ്ടെന്ന്. മാർക്ക് ഫെല്ലറുടെ വാചകം കേട്ടതും ഷിയു ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക്, അപ്പോ നമുക്ക് ഗോതയെ കാണാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ വീണ്ടും മാർക്കിനെ ഒന്ന് സ്കാൻ ചെയ്ത് മുന്നോട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ട് തിരിഞ്ഞ് മാർക്കിനോട് പറഞ്ഞു, ഷൈൻ കയോട്ടിക് ബോഡിക്കാരനാണ്. ഷൈനുമായിട്ട് എനിക്ക് കോർക്കാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. ഒരു കയോട്ടിക് ബോഡിക്കാരനോട് ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്തായാലും അതിനുള്ള ചാൻസ് ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കും. മാർക്ക് ഫെല്ലർ എന്ന കയോട്ടിക് ബോഡിക്കാരനുമായിട്ട് ഏറ്റുമുട്ടാൻ സി ഫാമിലിയിലെ ഷൈൻ്റെ ബ്രദർ കൂടിയായ ഷിയുവിന് ഒരു ആഗ്രഹം. ഷിയു പറഞ്ഞത് കേട്ടതും മാർക്ക് ഷിയുനോട് പറഞ്ഞു, സി കുടുംബത്തിലെ ഒരാളെ തോൽപ്പിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. വാചകത്തിൽ മാർക്ക് ആരുടെയും പിന്നിലല്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി മാർക്ക് തെളിയിക്കുകയാണ്. സി ഷിയുൻ ചിരിച്ചുകൊണ്ട് അവന്റെ സീറ്റിലേക്ക് മടങ്ങി. അല്പസമയത്തിനകം മത്സരം ആരംഭിക്കാനുള്ള ഒരു സൈറൻ മുഴങ്ങി. ആ സൈറൻ മുഴങ്ങിയ അതേ നിമിഷത്തിൽ ഒരു ചെറിയ പ്രകാശം ചെറുതരിയായി മഴ പെയ്യും പോലെ എല്ലാ ആളുകളുടെയും പുറത്തു വന്ന് പതുക്കെ പതിച്ചു. ആ പ്രകാശം അവരങ്ങ് മൂടി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആ പ്രകാശത്തിലേക്ക് നോക്കുന്ന കണ്ടതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ എല്ലാവരെയും സംരക്ഷിക്കാനായി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംരക്ഷണത്തിന്റെ ഭാഗമാണ് ഈ പ്രകാശം. ശക്തമായ ഫൈറ്റ് നടക്കുമ്പോൾ ആ ഫൈറ്റിന്റെ ഇടയിൽപ്പെട്ട് കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ. മാർക്കിന് കഥ മനസ്സിലായി. നറുക്കെടുപ്പ് എപ്പോൾ നടക്കുമെന്ന് മാർക്ക് പീക്ക് മാസ്റ്ററോട് ചോദിച്ചതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഡീനിന്റെ ജോലിയാണ്. കൃത്യം 10 മണിയായതും ഒരു ശബ്ദം അവിടെ എല്ലാം മുഴങ്ങി. എല്ലാവരും ഡീൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഡീനിന്റെ മുമ്പിലായി 8 പേരുടെ പേരുകൾ അങ്ങനെ പൊങ്ങി വന്നു. ഒരു വലിയ സ്ക്രീനിൽ എന്ന പോലെ ആ പേരുകൾ വരികയാണ്. ആ പേരുകൾ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടൊക്കെ അതിവേഗം മൂവ് ചെയ്യാണ്. ശരിക്കും ഒരു കലർത്തൽ പ്രക്രിയ അവിടെ നടക്കുന്നു അർത്ഥം. ആ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ജോഡിയായിട്ട് മാറി. 4 ജോഡികൾ അങ്ങനെ അടിച്ചു വന്നു. ഒന്നാമത്തെ ജോഡിയിലെ 1-ാം പേര് വാനിലയുടെയാണ്. 2ാമത്തെ ജോഡിയിലാണ് മാർക്ക് ഫെല്ലർ ഉള്ളത്. മാർക്കിന്റെ എതിരാളി സാക്ഷൽ നാൻകോങ് ആണ്. 3ാമത്തെ ജോഡിയിൽ സി ഷൈൻ ആണ്. 4ാമത്തത് ബാക്കിയുള്ള 2 പേർ. ആ 4 ജോഡി പേരുകളും അങ്ങനെ തെളിഞ്ഞതും
ഡീൻ ലീയുടെ അനൗൺസ്മെന്റ് ഉണ്ടായി. മത്സരം ആരംഭിക്കട്ടെ. അനൗൺസ്മെന്റ് ഉണ്ടായതും അവിടെ ആ ഗോധയിലേക്ക് സാക്ഷൽ സാഹോ വാനില കയറി. വാനിലെ എതിരിടാനായി എത്തിയത് ഒരു സ്മാർട്ട് ചെറുപ്പക്കാരനാണ്. സാഹോ വാനിലയും ആ ചെറുപ്പക്കാരനും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. രണ്ട് പീക്കുകളുടെ ടോപ്പുകൾ തമ്മിലാണല്ലോ ഏറ്റുമുട്ടുന്നത്. അതിൻ്റെതായ നിലവാരം ആ മത്സരത്തിനുണ്ടായിരുന്നു. സാഹോ മത്സരം പുരോഗമിക്കുന്നതോടുകൂടി അവളുടെ ശക്തി പുറത്തെടുക്കുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ശരിക്കും പവർഫുൾ ആണ് സാഹോ വാനില എന്ന് വിളിച്ചു പറയുന്ന പ്രകടനമാണ് അവളുടെ ഭാഗത്തുണ്ടായത്. ആകാശത്തിലേക്ക് പറന്ന് അവൾ ആ ചെറുപ്പക്കാരൻ്റെ തലയിൽ ഒരു സിസർ കട്ട് പോലെ കാലുകൊണ്ടടിച്ച ആ രംഗം ശരിക്കും ഒരു ഞെട്ടിപ്പിക്കുന്ന രംഗമാണ്. തൊട്ട് മുന്നിൽ നിൽക്കുകയായിരുന്ന സാഹോ വാനില. അവൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഒന്ന് കറങ്ങി കാലുകൊണ്ട് അടിക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരന്റെ തലയിൽ ആ അടി കിട്ടുകയും അവൻ കറങ്ങി വീഴുകയും ചെയ്തു. അവിടെ നിന്ന് എണീറ്റ് അവൻ ആ നിമിഷം മുതൽ മാജിക് സ്പെല്ലുകൾ ഉപയോഗിച്ചു തുടങ്ങി. ബോഡികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വാനിലയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായതും അവൻ സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്തതാണ്. പക്ഷെ ആ സ്പെല്ലുകൾക്ക് സാഹോ വാനിലയെ തൊടാൻ പറ്റാത്ത ശൈലിയിൽ സാഹോ അതിവേഗതയിൽ ഒഴിയുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. അത് കണ്ടത് മാർക്ക് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഈ വാനില ശരിക്കും ശക്തിയായിരിക്കുകയാണ്. അങ്ങനെ മാർക്ക് വിചാരിക്കുമ്പോൾ സാഹോ കൈ ഒന്ന് അനക്കിയതും അവളുടെ കയ്യിൽ ഒരു പൂ പ്രത്യക്ഷപ്പെട്ടു. ഇടത് കൈയിൽ മറ്റൊരു പൂ. ആ പൂ സാഹോ വാനില ആ ചെറുപ്പക്കാരൻ നേരെ ഒന്ന് കറക്കി വിട്ടതും ശരിക്കും കറങ്ങുന്ന പൂക്കളിൽ നിന്ന് വൻതോതിൽ പ്രകാശം ആ ചെറുപ്പക്കാരൻ നേരെ പാഞ്ഞു വന്നു തുടങ്ങി. ആ പ്രകാശത്തെക്കാൾ ഉപരി ആ പൂക്കൾ വൻ പ്രഷർ അവന്റെ മുകളിൽ കൊടുക്കുന്നുവെന്ന് അവന്റെ മുഖം വിളർന്ന കാഴ്ച കണ്ട ആർക്കും മനസ്സിലായി. പൂക്കൾ അവതരിപ്പിച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതും ആ ചെറുപ്പക്കാരൻ പൂർണ്ണമായും വാനിലയ്ക്ക് കീഴ്പ്പെട്ടു എന്ന് പറയാം. അവനെ അനങ്ങാൻ പറ്റാത്ത ശൈലിയിൽ വാനില തോൽപ്പിച്ചതും എല്ലാ ഭാഗത്തു നിന്നും കൈയടി ഉയർന്നു. എല്ലാ ഭാഗത്തു നിന്ന് കൈയടി ഉയർന്നതും വാനിലയുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് ഫെല്ലർ ഒന്ന് പതിച്ചു. മാർക്ക് കണ്ട ഞാൻ വിജയിച്ചത് എന്ന് അവൾ പറയാതെ പറയുന്ന ഒരു നോട്ടമാണ് അവളുടെ ഭാഗത്തുനിന്നുണ്ടായത്. വാനിലയും ആ ചെറുപ്പക്കാരനും ആ ഗോതയിൽ നിന്ന് ഇറങ്ങിയതും അടുത്ത പേരുകൾ വിളിക്കപ്പെട്ടു. മാർക്ക് ഫെല്ലറും നാൻകോങ്ങും ഗോതയിലേക്ക് കടന്നു. ഗോതയിലേക്ക് കടന്ന നാൻകോങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ജൂലിയൻ പേടിച്ചിട്ടായിരിക്കും രംഗത്ത് വരാത്തത്. എന്തായാലും ജൂലിയൻ ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ സമയം വെറുതെ പോകുമെന്ന് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളുടെ മുന്നിലെത്തിയതും ഒരേ നിമിഷത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലും നാൻകോങ്ങിന് മനസ്സിലാകും മുമ്പ് മാർക്ക് ഫെല്ലറുടെ ശക്തമായ പഞ്ച് നാൻകോങ്ങിന്റെ പുറത്ത് പതിക്കുകയും ചെയ്തു. ഇടിയേറ്റ് നാൻകോങ് ഒത്തിരി ദൂരേക്ക് തെറിച്ചു. തെറിച്ചുവിട നാൻകോങ് ഒരു പരുവത്തിൽ എണീറ്റ് നേരെ നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ചതിയിലൂടെയാണ് അറ്റാക്ക് ചെയ്തല്ലേ? അങ്ങനെ പറഞ്ഞ നാൻകോങ് ഡീൻ ലീ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. പക്ഷെ അവിടെ നിന്ന് ആരും അനങ്ങുന്നില്ല. മാർക്ക് നാൻകോങ്ങിനോട് പറഞ്ഞു, ഈ ഗോധയിലേക്ക് നമ്മൾ കടന്നാൽ ആ നിമിഷം മുതൽ ഫൈറ്റ് നമ്മൾ റെഡിയായി എന്നാണ് അർത്ഥം. വെറുതെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ മാർക്ക്, ഓക്കെ. എന്തായാലും നിനക്കൊരു ചാൻസ് കിട്ടി, ആ ചാൻസ് നീ പാഴാക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരൊറ്റ കുതിപ്പ്. മുന്നോട്ട് കുതിച്ച നാൻകോങ് കൈ ഉയർത്തി ഒരൊറ്റ ഇടി. മാർക്കിന്റെ നെഞ്ചിന് നേരെ ആ കൈ പാഞ്ഞു വരികയാണ്. മാർക്ക് ഫെല്ലർ തിരിച്ച് അതേ ശൈലിയിൽ ഒന്ന് പഞ്ച് ചെയ്തു. മാർക്കിന്റെ കൈ നാൻകോങ്ങിന്റെ കയ്യിൽ പതിച്ചതും നാൻകോങ് ഏതാനുമാടി പുറകോട്ട് എടുത്തെറിയപ്പെട്ട പോലെ തെറിച്ചു പോവുകയാണ്. പുറകോട്ട് തെറിച്ച് നാൻകോങ് കൈയൊക്കെ ഒന്ന് അനക്കുന്നുണ്ട്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ റിവേർഷൻ ഔട്ട് സ്റ്റേജിൽ കയറിയിട്ട് കാലം ഒരുപാടായി. മാർക്ക് ഫെല്ലർ റിവേർഷൻ ഔട്ട് സ്റ്റേജിലേക്ക് കടന്നു കാണത്തേ ഉള്ളൂ. മാർക്കിന്റെ ഓറ അതാ പറയുന്നത്. പക്ഷേ നാൻകോങ്ങിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വല്ലാത്തൊരു പവർ മാർക്കിന്റെ ആ പഞ്ചിനുണ്ട്. പുറകോട്ട് തെറിച്ച നാൻകോങ് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, നാൻകോങ് മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ഇപ്പോൾ അയാൾ രണ്ട് കൈ കൊണ്ട് മാർക്കിനെ നേരിടുകയാണ്. മാർക്കിനും അതങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. മാർക്കും രണ്ട് കൈ കൊണ്ട് നാൻകോങ്ങിനെ നേരിട്ടു. ശരിക്കും ദ്വന്ദ്വയുദ്ധമാണ്. രണ്ടുപേരും തമ്മിലുള്ള ആ പഞ്ച് അതിശക്തമായി രണ്ടുപേരുടെയും ബോഡിയിൽ പതിക്കുന്നുണ്ട്, കൈകളിൽ പതിക്കുന്നുണ്ട്. ഈ കാഴ്ച കാണികൾക്കൊക്കെ രസിക്കുന്നുണ്ട്. ഷീ ഫാമിലിയിലെ ഒരു എൽഡർ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ആ ചെറുപ്പക്കാരന്റെ ബോഡി കയോട്ടിക് ആണല്ലോ. അതെ, കയോട്ടിക് ബോഡിക്കാരനാണ്, ശരിക്കും ശക്തനുമാണല്ലോ. നമുക്ക്
അവനെ നോട്ടമിടണം. മാർക്ക് ഫെല്ലറെ കുറിച്ച് സി കുടുംബത്തിലെ ആ എൽഡേഴ്സ് ആ ഡയലോഗ് പറയുമ്പോൾ അവിടെ മറ്റ് ഫാമിലികളുണ്ട്, അവരൊക്കെ അതേ ഡയലോഗ് അറിയാതെ പരസ്പരം പറയുകയാണ്. സെൻട്രൽ പ്ലാനിൽ ഒരേ ഒരു കയോട്ടിക് ബോഡിക്കാരനെ കുറിച്ച് മാത്രമേ ആളുകൾക്ക് അറിയൂ, അത് ഷൈനാണ്. ഇതാ മറ്റൊരുവൻ അതേ കയോട്ടിക് ബോഡിയുമായി ഈ ഹോളി റീജിയനിൽ അവതരിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഏക കയോട്ടിക് ബോഡിയാണ് ഷൈൻ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുതിയ അവതാരം. ആ അവതാരത്തെ അവരുടെ ഫാമിലിയുടെ ഭാഗമാക്കാൻ എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും ആ നിമിഷം ഒരു തോന്നലുണ്ടാവുകയാണ്. അവർക്ക് ആ തോന്നലുണ്ടാകുമ്പോഴേക്കും താഴെ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ഫിസിക്കൽ ബോഡി കൊണ്ടുള്ള അറ്റാക്കിൽ മാർക്കിനെ തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലായതും നാൻകോങ് പതുക്കെ ഡിവൈൻ സ്പെല്ലുകൾ ഒന്നൊന്നായി ഉപയോഗിച്ചു തുടങ്ങി. ആ ഡിവൈൻ സ്പെല്ലുകൾ അയാൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴാണ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് മാർക്ക് ഫെല്ലർ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. മാർക്ക് തന്റെ ഉരുക്കം ബോഡി ഉപയോഗിച്ചുകൊണ്ട് ആ സ്പെല്ലുകൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞു തുടങ്ങി. എത്ര ശക്തമായ സ്പെല്ലാണെങ്കിലും മാർക്കിന്റെ ഇടയിൽ ആ നിമിഷം ആ സ്പെല്ല് തകർന്ന് തരിപ്പണമാവുകയാണ്. ഒരു സ്പെല്ല് തകരുമ്പോൾ ആ സ്പെല്ല് ക്രിയേറ്റ് ചെയ്ത നാൻകോങ്ങിന് അതിനനുസരിച്ച് ക്ഷതമുണ്ടാവുകയാണ്. അവന്റെ ബോഡിയിൽ പല ഭാഗവും മുറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ച കണ്ട ഡീൻലി ചിരിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, കൊള്ളാം, കയോട്ടിക് ബോഡിക്കാരന്റെ ശക്തി ശരിക്കും രസകരമാണ്. ഓരോ ആളുകളും അതാത് ശൈലിയിൽ അഭിപ്രായം പറയുമ്പോൾ ഫ്ലവർ ഗ്രാനിയുടെ കണ്ണുകൾ മാർക്ക് ഫെല്ലർ തന്നെ അങ്ങനെ ഉടക്കി നിൽക്കുകയാണ്. ഡീൻലിയുടെ കണ്ണുകളും അങ്ങനെ തന്നെയാണ്. അവർ രണ്ടുപേരും മാർക്കിൽ നിന്ന് കണ്ണ് പിൻവലിക്കുന്നില്ല എന്നതാണ് സത്യം. മാർക്കുമായി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതും നാൻകോങ് പെട്ടെന്നാണ് വാള് വലിച്ചെടുത്തത്. വാള് വലിച്ചെടുത്ത നാൻകോങ് അതിവേഗം വായുവിൽ ആഞ്ഞു വെട്ടാൻ തുടങ്ങി. 18 തവണ അയാൾ വായുവിൽ തലക് വിലങ്ങ് വെട്ടി. അത് കണ്ടത് പലരും ഡയലോഗ് പറയുകയാണ്, ഇത് നാൻകോങ്ങിന്റെ സ്പെഷ്യൽ ടെക്നിക്കാണ്, അതിനെ അതിജീവിക്കാൻ സാധാരണ ഒരാൾക്ക് പറ്റത്തില്ല. അതിശക്തമായ 18 വാളുകൾ തൽഫലമായി അന്തരീക്ഷത്തിൽ പ്രതിഷ്ഠപ്പെട്ടു എന്ന് പറയാം. ഏതാണ് ഒറിജിനൽ വാളെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശരിയിൽ 18 വാളുകളും അതിന്റെ പ്രകാശവും ആ ഗോതയിൽ അങ്ങ് നിറഞ്ഞതും മാർക്ക് ഫെല്ലറുടെ ഓറ ഒന്ന് അതിശക്തമായി ഒന്ന് ബ്രേക്ക് ചെയ്തു എന്ന് പറയാം. ശരിക്കും ഒരു സ്ഫോടനം പോലെ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ ഓറ അങ്ങ് വലുതായി. ശക്തമായ ആ ഓറയിൽ തട്ടി നാൻകോങ്ങിന്റെ ആ 18 വാളുകളും തെറിച്ചതും നാൻകോങ് 1-2 അടി പുറകോട്ട് മാറി. നാൻകോങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും എന്നെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ നാൻകോങ് അയാളുടെ വാളിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് പുഷ് ചെയ്തതും ആ വാൾ അതിവേഗം കറങ്ങി മാർക്ക് ഫെല്ലർ നേരെ പാഞ്ഞു വന്നു. മാർക്കിന്റെ ഷോൾഡറിലേക്ക് ആ വാൾ ഇടിച്ചു കയറിയതും ആ ഷോൾഡറിൽ ഇടിച്ച ഭാഗത്തുനിന്ന് മാംസം ഏതാണ്ട് പൊട്ടി അടരുകയും ചെയ്തു. നാൻകോങ്ങിന്റെ ശക്തമായ ഒരു ടെക്നിക്കാണ് നാൻകോങ് അവിടെ ഉപയോഗിച്ചത്. അടർന്ന മാംസത്തിലേക്ക് മാർക്ക് നോക്കുമ്പോഴേക്കും നാൻകോങ്ങിന്റെ രണ്ടാമത്തെ വാളും മാർക്കിനടുത്തേക്ക് പാഞ്ഞു കഴിഞ്ഞു. അതും മാർക്കിന്റെ ബോഡിയിൽ ഇടിച്ചു. മാർക്കിന്റെ ബോഡിയിൽ ആ വാളുകൾ ഇടിച്ച് മുറിയുമ്പോൾ മാർക്ക് ഫെല്ലർ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്ത് ആ മുറിവുകൾ കരിക്കാനുള്ള ഒരു ശ്രമവും കൂടെ നടത്തുകയാണ്. മാർക്കും വാളുകളും തമ്മിലുള്ള ആ ഫൈറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതും മാർക്ക് ഒടിഞ്ഞു തുടങ്ങി. മാർക്ക് ഒഴിയുന്നതനുസരിച്ച് ആ വാളുകൾ മാർക്കിനെ തളയ്ക്കാൻ വേണ്ടി പാഞ്ഞു വരികയാണ്. ശക്തമായ ആ വാള് മാർക്കിനെതിരെ പാഞ്ഞു വരുന്നതിന്റെ വേഗത കൂടിയതും മാർക്ക് കൈ ഒന്ന് ഉയർത്തി ആ വാളിൽ ഒന്ന് പിടിച്ചു. ആ വാളെ പിടിച്ച മാർക്ക് ഒന്ന് കൈ ചലിപ്പിച്ചതും ആ വാള് കഷ്ണം കഷ്ണമായി ഒടിഞ്ഞ് താഴേക്ക് വീണു. ഇത് നാൻകോങ് തീരെ പ്രതീക്ഷിക്കാത്തതാണ്. അയാൾ മാർക്കിന് നേരെ ഉപയോഗിച്ചത് ഒറിജിനൽ വാളാണ്. ആ വാള് മാർക്കിന്റെ ഷോൾഡർ തൊടുന്നു അയാൾ തിരിച്ചു വലിക്കും. ആഫ്റ്റർ ഇമേജ് സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വാള് അവിടെ ഇരിക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നും. അടുത്ത പക്ഷത്തിൽ നാൻകോങ് വീണ്ടും അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഇടയിലാണ് മാർക്ക് ആ ഒറിജിനൽ വാൾ പിടിച്ചതും ഒന്ന് ഓടിച്ചതും. വാള് നഷ്ടപ്പെട്ടതും നാൻകോങ് പ്രതിരോധത്തിലായതുപോലെയായി. ആ നിമിഷത്താണ് മാർക്ക് ഫെല്ലറുടെ ബോഡിക്ക് ചുറ്റുമായി ആ ഇന്റേണൽ എനർജി അതിശക്തമായി ഉയർന്നു വന്നത്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഇന്റേണൽ എനർജി വൻതോതിൽ വളർന്നപ്പോൾ ആ എൻറ്റയർ ശക്തിയും മാർക്കിന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ആ എൻറ്റയർ എനർജിയും മാർക്കിന്റെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതും മുമ്പിൽ നിൽക്കുന്ന നാൻകോങ്ങിന് വല്ലാതെ ഭയം തോന്നുകയാണ്. അയാളുടെ ഭയം അയാളുടെ മുഖത്ത് ശരിക്കും ദർശിക്കാം. നാൻകോങ്ങിന് തിരിഞ്ഞു ഓടാൻ പറ്റാത്ത സാഹചര്യമാണ്. കോർണർ ചെയ്യപ്പെട്ട പോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ നാൻകോങ് പെട്ടിരിക്കുകയാണ്. മാർക്ക് ആ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി താഴേക്ക് ഇങ്ങനെ താഴ്ത്തുന്ന ആ നിമിഷത്തിൽ നാൻകോങ് ഉറക്കെ പറഞ്ഞു, ഞാൻ തോൽവി സമ്മതിച്ചു. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവത്തിനാണ് അവിടെ ആളുകൾ സാക്ഷിയാവുന്നത്. സാധാരണഗതിയിൽ പെട്ടെന്ന് ആരും തോൽവി സമ്മതിക്കുന്നതല്ല. പക്ഷെ നാൻകോങ്ങിന് മാർക്കിന്റെ ആ കൈയുടെ പ്രഷർ ശരിക്കും ഫീൽ ചെയ്തിരുന്നു.
ആ കൈ കൊണ്ട് ഒരു ഇടി ഏറ്റുവാങ്ങിയാൽ കുറെ നാളത്തേക്ക് നാൻകോങ് ആശുപത്രി തന്നെയായിരിക്കും, അല്ലെങ്കിൽ നാൻകോങ് കിടക്കെ തന്നെയായിരിക്കും. അക്കാര്യം ഉറപ്പായതുകൊണ്ടാണ് നാൻകോങ് കൈകൂപ്പി തോൽവി സമ്മതിച്ചത്. നാൻകോങ്ങും മാർക്കും തമ്മിലുള്ള ആ യുദ്ധത്തിൽ വിജയി മാർക്കാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതും മാർക്ക് സ്റ്റേജിൽ നിന്നിറങ്ങി മാർക്കിന്റെ പ്ലേസിലേക്ക് വന്നു. മാർക്കിന്റെ ബോഡിയിൽ രക്തം അപ്പോഴും ഒഴുകുകയാണ്. ഈ കാഴ്ച കണ്ടതും വാനില ഓടി മാർക്കിന്റെ അടുത്ത് വന്നു. മാർക്ക്, കൺഗ്രാറ്റുലേഷൻ, ആ നാൻകോങ്ങിനെ നീ പരാജയപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയതേയില്ല. മാർക്ക് ഈ സമയത്ത് ജൂലിയന്റെ അടുത്തെത്തിയിരുന്നു. ജൂലിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അഭിനന്ദനങ്ങൾ. ജൂലിയൻ, അതിൽ ഇത്ര അഭിനന്ദിക്കാനെന്തിരിക്കുന്നു, ഞാൻ ജൂലിയന് വാക്ക് നൽകിയതല്ലേ. മാർക്ക്, എന്തായാലും എനിക്ക് സന്തോഷമായി. അത് കണ്ടത് പീറ്റർ പറഞ്ഞു, മാർക്ക്, ഈ കണക്കിന് പോയാൽ മിക്കവാറും നീ അടുത്തത് ഷൈനുമായിട്ടായിരിക്കും ഏറ്റുമുട്ടുക. നാൻകോങ്ങുമായി ഏറ്റുമുട്ടുമ്പോൾ മാർക്ക് പരാജയപ്പെടുമെന്നുള്ള ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ പീറ്റർക്ക് ഉണ്ടായിരുന്നത്. നാൻകോങ്ങുമായി വിജയിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള ആളുകളുമായി മാർക്ക് ഏറ്റുമുട്ടും. ഫ്ലവർ ഗന്നയുടെ ശിഷ്യയായ വാനില ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാനില മാർക്കിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് ചെവിയിൽ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നിന്റെ മുഴുവൻ പവറും ഉപയോഗിച്ചില്ല അല്ലേ? വാനില, നിനക്കതെങ്ങനെ മനസ്സിലായി? മാർക്ക്, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ലെങ്കിലും എനിക്ക് നിന്നെ അളക്കാൻ പറ്റുന്നു. എനിക്കറിയാം നീ ശരിക്കും ശക്തനാണെന്ന്, നീ ഹോൾഡ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പൂർണ്ണ ശക്തി നീ പുറത്തെടുത്തിട്ടില്ല. മാർക്കിന്റെ ടെക്നിക്കുകളൊക്കെ മാർക്ക് ഹോൾഡ് ചെയ്യാണ്. ഇതുവരെയായിട്ടും ബാറ്റിൽ വേൾഡ് ഫോർമുല മാർക്ക് ഈ ഡീമൺ സ്ലെയിങ് പേക്കിലെ ആരെയും കാണത്തക്ക ശൈലിയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുപോലെ തന്നെയാണ് ഡ്രാഗൺ പവറും മാർക്ക് ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ മാർക്കിന് അപ്പർ ഹാൻഡ് നൽകുന്ന കാര്യങ്ങളാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വാനില മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഇപ്പോ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നീയുമായിട്ട് ഏറ്റുമുട്ടാതിരിക്കാന്നുള്ളത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും മൂന്നാമത്തെ ജോഡി സ്റ്റേജിലേക്ക് കയറി. ആ ഗോധയിലേക്ക് ആ മൂന്നാമത്തെ ജോഡി എത്തിയതും ഗോധയിലുള്ള ഷിയുനോടായി എതിരാളി കൂപ്പുകയോട് പറഞ്ഞു, ബ്രദർ, എന്നോട് ഒരു കരുണ ഉണ്ടാവണേ. അവന്റെ കൈയും കാലം തല്ലി ഒടിക്കരുതെന്നാണ് അവൻ പറയാതെ പറയുന്നത്. അവന്റെ കൈയും കാലം തല്ലി ഒടിക്കരുതേ എന്ന് ഷിയുനോട് അവൻ ഏതാണ്ട് വളച്ചു കെട്ടി പറഞ്ഞു എന്നർത്ഥം. ഷിയു അതിന് ഉത്തരം പറയാതെ അവനെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ അവൻ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ നാൻകോങ്ങിനെ അറ്റാക്ക് ചെയ്തതുപോലെ ഇവിടെ ഷിയു നിലയുറപ്പിക്കും മുമ്പ് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ നടത്തിയത്. മുന്നോട്ട് അവൻ കുതിക്കുമ്പോൾ അവന്റെ ഇരു കരങ്ങളിൽ നിന്നും കത്തികൾ ഷിയുവിന് നേരെ പാഞ്ഞു വരികയാണ്. അതിവേഗതയിൽ 100 കണക്കിന് കത്തികൾ പാഞ്ഞു വരും എന്ന് പറയില്ലേ, അതുപോലെ കത്തികൾ കൊണ്ടുള്ള ഒരു അറ്റാക്കാണ് അവൻ നടത്തിയത്. അനവധി സിൽവർ നീഡിലുകൾ പാഞ്ഞു വരും പോലെ കത്തികൾ ഷിയുവിന്റെ നേരെ ആ കത്തികൾ പാഞ്ഞു വന്നതും ഷിയു കൈ ഓർത്തൊരറ്റിയാടി. ഒരു കത്തിയിലാണ് ഷിയുവിന്റെ കൈ ആദ്യം പതിഞ്ഞത്. പക്ഷെ ആ കൈയുടെ പ്രഷർ, അതിന്റെ ഫോഴ്സ് ആ കത്തിയെ പിന്തുടർന്ന് ആ ചെറുപ്പക്കാരന്റെ ബോഡിക്ക് നേരെ വന്നതും അടിയേറ്റ് അവൻ താഴെ വീണു. താഴെ വീണ അവന് അനക്കമില്ല. ഒറ്റയടിയിൽ ഷിയു ആ ഗെയിം വിജയിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട ആ ഷീ കുടുംബത്തിലെ എൽഡേഴ്സ് ഉറക്കെ പറഞ്ഞു, ഷീ കുടുംബത്തിലെ ചെറുപ്പക്കാരോട് മത്സരിക്കാൻ ഇവിടെ ആളുകളില്ലേ? അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഡീൻലി ഒന്ന് പുഞ്ചിരിച്ചു. ഈ സമയത്ത് ശരിക്കും ഷിയുവിന്റെ ആ ശക്തി മാർക്കിനെ ഉൾപ്പെടെ എല്ലാവരും അമ്പരിപ്പിച്ചു എന്ന് പറയാം. താഴേക്ക് വീണ ചെറുപ്പക്കാരിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ ഷിയുവിന്റെ കണ്ണുകൾ നേരെ പതിച്ചത് മാർഫിളുടെ കണ്ണുകളിലാണ്. അല്പസമയം കഴിഞ്ഞതും ഷിയു താഴേക്കിറങ്ങി. താഴേക്ക് നടന്നു വന്ന ഷിയു നേരെ എത്തിയത് മാർക്കിന്റെ അടുത്തേക്ക് തന്നെ. മാർക്കിന്റെ അടുത്തെത്തിയ ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ്, അതാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഷിയു, ഞാനും അത് മനസ്സിൽ കാണുന്നുണ്ട്. മാർക്ക്, ഇന്നിനി മത്സരം ഉണ്ടാകില്ല. നാളെ വീണ്ടും മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലുള്ള മത്സരം നടത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഷിയു മുന്നോട്ട് നടക്കുകയാണ്. മാർക്ക് ശരിക്കും സ്തംഭിച്ചങ്ങനെ നിൽക്കുമ്പോൾ പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇന്ന് ഇവിടെ എല്ലാവരും തങ്ങും. മാർക്കിനാണെങ്കിൽ അന്ന് വീണ്ടും മത്സരിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ കണ്ടീഷൻ അതാണ്. മാർക്ക് അതിനെക്കുറിച്ച് സംശയം ചോദിച്ചതും പീക്ക് മാസ്റ്റർ മാർക്കിന്റെ ബോഡിയിലേക്ക് ഒന്ന് കണ്ണ് കാണിച്ചു. നാൻകോങ്ങുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മാർക്കിന്റെ ബോഡിയിൽ അവിടെ ഇവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ശരിക്കും വിണ്ട് കീറിയിട്ടുണ്ട്. മാർക്ക് പീറ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, അതൊന്നും സാരമില്ല. മാർക്ക്, നിനക്കിത് സാരമില്ലായിരിക്കും, പക്ഷേ ബാക്കി മത്സരാർത്ഥികളുടെ കാര്യം അങ്ങനെ അല്ല. അതുകൊണ്ടാണ് ഒരു ദിവസം 3 മത്സരമായി ചുരുക്കിയിരിക്കുന്നത്. പിറ്റേന്ന് നേരം പുലരുമ്പോൾ മത്സരം ഉണ്ടാകുമെന്ന് പീറ്റർ പറഞ്ഞതും
മാർക്ക് അവിടെ നിന്ന് സാവധാനം നടന്നു തുടങ്ങി. ഒരു ഭംഗിയുള്ള സ്ഥലത്ത് മാർക്ക് വന്നിരുന്നതും ഫ്ലവർ ഗ്രാൻഡിയോട് അനുവാദം വാങ്ങിയിട്ട് വാനിലയും മാർക്കിനടുത്തെത്തി. മാർക്ക്, നീ ഷിയുവിന്റെ ശക്തി കണ്ടല്ലോ? ആ കണ്ടു. മാർക്ക്, എൻ്റെ ആഗ്രഹം നീ ഷിയുവിനെ തോൽപ്പിക്കണമെന്നാണ്. ഏയ് വാനില, അതൊക്കെ പറ്റുമോ? മാർക്ക്, നിനക്ക് പറ്റും. നിങ്ങൾക്ക് രണ്ടുപേർക്കും താഴെ 3-ാം സ്ഥാനം. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ രാത്രിയിൽ പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കുകയാണ്. ഈ 8 പീക്കുകളിലെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുന്നത് ഇതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ്. അനവധി അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷമായിരുന്നു ആ രാത്രി. മാർക്ക് ഒരു മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ ചാരി കിടന്ന് ഉറങ്ങുകയാണ്. മാർക്കിന്റെ മനസ്സിലേക്ക് നാളെ നടക്കുന്ന ആ മത്സരമാണ് കടന്നു വരുന്നത്. നാളെ മിക്കവാറും ഷിയുമായിട്ടായിരിക്കും മാർക്കിന്റെ മത്സരം. ഷിയുമായി മാർക്ക് മത്സരിക്കുമ്പോൾ ആ ഷീ കുടുംബത്തിലെ എൽഡേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. മാർക്കിന്റെ കയോട്ടിക് ബോഡി ഇപ്പൊ തന്നെ നോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കയോട്ടിക് ബോഡിക്കാരനായ മാർക്ക് ആ ഷീ കുടുംബത്തിലെ ഒരാളെ നാളെ തോൽപ്പിച്ചാൽ അത് മാർക്കിന് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാർക്ക് ഒന്ന് കണക്കൂട്ടി നോക്കുകയാണ്. ആ കണക്കൂട്ടലുകൾ നടത്തപ്പോൾ തന്നെ മാർക്കിന്റെ മനസ്സിൽ മറ്റു ചിത്രം വരികയാണ്. മാർക്ക് പീക്ക് മാസ്റ്റർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത് ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ വിജയിക്കാമെന്നാണ്. കോമ്പറ്റീഷനിൽ വിജയിച്ചാൽ കുറേയേറെ പോയിന്റ് കിട്ടും. ആ പോയിന്റ് മാർക്കിന് വേണം. മാർക്ക് ജൂലിയന്റെയും മറ്റാളുകളുടെയൊക്കെ പോയിന്റ് കടം വാങ്ങിയാണ് പല സാധനങ്ങളും വാങ്ങിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ ആ പോയിന്റ് തിരിച്ചു കൊടുക്കണമെങ്കിൽ മാർക്കിന് പോയിന്റ് കിട്ടിയേ പറ്റൂ. മാർക്കിന്റെ മുന്നിൽ ഇപ്പോൾ ഒരു വിഷയം നിൽക്കുകയാണ്. മാർക്ക് വിജയിച്ചാൽ ആ നിമിഷം മാർക്ക് ഫേമസ് ആവും. മാർക്ക് ഷൈൻ ഡേ ശ്രദ്ധയപ്പെടും. മാർക്ക് തോറ്റാൽ വീണ്ടും ആ പോയിന്റ് നേടാൻ വേണ്ടി മാർക്ക് കാലങ്ങളോടും വേട്ടയ്ക്ക് പോകേണ്ടി വരും. വേട്ടയാടി പോയിന്റുകൾ നേടിയാൽ മാത്രമേ ഡീമൺ സ്ലേയിങ് പീക്കിലെ എല്ലാവർക്കും പോയിന്റുകൾ മടക്കി കൊടുക്കാൻ മാർക്കിന് പറ്റും. മാർക്ക് ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാണ്. വിജയിക്കാൻ വേണ്ടി പൊരുതുന്നമോ വേണ്ടിയോ? അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി മാർക്കിന്റെ ഉള്ളിൽ വരികയാണ്. ഷിയുവിന്റെ ആ ഒരൊറ്റ അടിയെ മാർക്ക് കണ്ടുള്ളൂ. ആ അടി ഒരു വാണിംഗ് ആണ്, അവന്റെ ശക്തിയെക്കുറിച്ചുള്ള വാണിംഗ്. കഥയുടെ ബാക്കി ഭാഗമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെൽഡന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.